ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ് ഫ്രം ജിദ്ദ. അപ്പോൾ ഇന്ന് നിങ്ങളുടെ മുന്നിൽ കരിയർ ജേണി പറയുന്നതിന് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത് കുറേ ആൾക്ക് എന്താ വീഡിയോ കാണുമ്പോൾ തന്നെ അറിയുന്ന ആളാണ് അല്ലേ? ശ്രീലക്ഷ്മി, നമ്മുടെ കേരള വുമൻ യുണൈറ്റഡ് ക്ലബിൻ്റെ എല്ലാ കൺട്രോളും ആളുടെ കയ്യിലായിരുന്നു, നമ്മുടെ ജനറൽ കോർഡിനേറ്റർ അല്ലേ? ആളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആളെ വെൽ പ്രൊഫഷണലാണ്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ആളുടെ വർക്കൊക്കെ നമ്മളൊക്കെ ഗ്രൂപ്പിൽ കണ്ടതാണ്. അപ്പം ഞാൻ കൂടുതലൊന്നും അതിലേക്ക് കടന്നു പോകുന്നില്ല. അപ്പോൾ ശ്രീലക്ഷ്മി ബാംഗ്ലൂര് ഒരു IT കമ്പനിയിൽ വർക്ക് ചെയ്യായിരുന്നു. അതായത് ഒരു എഡ്യൂക്കേഷണൽ കമ്പനി, IT കമ്പനി എന്ന് മീൻസ് എഡ്യൂക്കേഷണൽ കമ്പനിയിൽ വർക്ക് ചെയ്യായിരുന്നു. അങ്ങനെയാണ് ശ്രീ പിന്നെ സൗദി അറേബ്യയിൽ നിന്ന് ഇനി ഓൺലൈൻ ജോബ് മതിയാക്കിയിട്ട് ഏതെങ്കിലും സ്കൂളിൽ കയറണം എന്ന് വിചാരിച്ച് അങ്ങനെ അപ്ലിക്കേഷൻ കൊടുക്കുന്നു. പിന്നെ ഒരു ബ്രിട്ടീഷ് സ്കൂളിൽ ആൾ വർക്ക് ചെയ്തു. അപ്പോൾ നല്ല ഹാർഡ് വർക്ക് ചെയ്തിട്ട് തന്നെയാണ് കേട്ടോ. ആൾക്കൊരു ഫിക്സ്ഡ് ആയിട്ടൊരു പോസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു. എന്നാലും നമ്മളും കുറേ കാര്യങ്ങൾ സ്ത്രീൻ്റെ കയ്യിൽ നിന്ന് പഠിക്കുകയായിരുന്നു കേട്ടോ. ആ ചെയ്യുമ്പോഴൊക്കെ, കാരണം അത്രയും നല്ല ഹൈ സാലറിയിലൊരു ജോബ് വിട്ടിട്ടാണെങ്കിലും പുതിയൊരു തുടക്കം ആൾ റിസ്ക് എടുത്ത് ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോകുന്നത് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അപ്പം നമുക്ക് നല്ല നല്ല കാര്യങ്ങൾ കിട്ടിയാൽ ഞാൻ നോട്ട് ചെയ്യാറുണ്ട്. നിങ്ങളോ? ശ്രീൻ്റെ അടുത്ത് കുറേ കാര്യങ്ങൾ പഠിക്കാണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു ഇതിൽ ആൾ പോകുന്ന സമയത്ത് തന്നെ ഒരുപാട് പരാതികളില്ല. കുറച്ച് വർക്ക് ലോഡൊക്കെ ഉണ്ട്, അങ്ങനെ പറയാം. ഒരുപാട് പരാതിയായിട്ട് പറയില്ല, കാരണം ആൾക്കറിയാം നമ്മൾ പുതിയൊരു കാര്യത്തിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് പഠിച്ചെടുക്കണം. അപ്പോഴാണ് നമ്മൾ സക്സസ് ആവുന്നത്. പിന്നെയാണ് മെസ്സേജ് വരുന്നത് ദുബൈയിലെത്തിയ ആൾ എന്നുള്ളത്. അപ്പോൾ ആൾക്ക് ഡിഗ്രി ആണുള്ളത്, എന്താ എന്താ B.Ed ഇല്ല. B.Ed ഇല്ലാതെ ദുബൈയിൽ ജോബ് കിട്ടി. മാത്ത് ടീച്ചറായിട്ട് അവിടെയും ബ്രിട്ടീഷ് സ്കൂളിൽ ജോലി കിട്ടി. ഓൺലൈനിലൂടെ ആപ്ലിക്കേഷൻ കൊടുത്തിട്ടാണ് ആൾ ദുബൈയിലേക്ക് പോകുന്നത്. ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നതിനേക്കാളും നല്ലത് ശ്രീ തന്നെ A to Z കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരും. എങ്ങനെയാണ് പോയത്, ആപ്ലിക്കേഷൻ, നിങ്ങൾക്ക് ഇതൊക്കെ അല്ലേ അറിയേണ്ടത്. കംപ്ലീറ്റ് കാര്യങ്ങൾ ശ്രീ പറയും. ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ചോദിച്ചിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ഇൻഫോർമേഷൻ തരാം. ഓക്കെ ശ്രീ, എങ്ങനെയാണ് കംപ്ലീറ്റ് കാര്യങ്ങൾ ആ കരിയർ ജേണി എന്ന് പറയുകയാണെങ്കിൽ ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ ഓക്കെ ഹായ് മാം. ഹായ്. മാം പറഞ്ഞ പോലെ തന്നെ ഞാൻ ഒരു ബാംഗ്ലൂർ ബേസ്ഡ് കമ്പനിയിലായിരുന്നു വർക്ക് ചെയ്ത് കരിക്കുലം ഡിസൈനിങ് ആ ഒരു ഏരിയയിലായിരുന്നു. ഓൾമോസ്റ്റ് ഒരു 2 ഇയേഴ്സ് ഞാൻ അവിടെ വർക്ക് ചെയ്തു. അപ്പൊ എനിക്ക് വർക്ക് ഫ്രം ഹോം ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ സൗദിയിലായിരുന്നു താമസിച്ചിരുന്നത്. ഇടയ്ക്ക് അവര് ബാംഗ്ലൂരിൽ വിളിപ്പിക്കുമ്പോൾ നമുക്ക് പോയാൽ മതി, അങ്ങനെയായിരുന്നു. ദെൻ ഒരു വീട്ടില് ഒറ്റയ്ക്ക് നമ്മള് ലൈക്ക് മോർണിംഗ് ടു ഈവനിങ് ഫുൾ ലാപ്ടോപ്പ് അല്ലെങ്കിൽ ഒരു വാളിനെ മാത്രം നോക്കിയിരിക്കണുണ്ടാവുന്ന ഒരു മൊണോട്ടനസ് ഫീൽ വന്നപ്പോഴാണ് ഞാൻ എൻ്റെ ഹസ്ബൻഡിന്റെ അടുത്ത് പറഞ്ഞത്, ശരി ഞാൻ ഒന്ന് പുറത്ത് പോയി നോക്കട്ടെ, കിട്ടുമോ നോക്കാലോ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ആ ടൈമിലാണ് ഞാൻ മാമിനെ മീറ്റ് ചെയ്തത്. മാം ആണ് എനിക്കൊരു ഒരു കറേജ് തന്ന്, പുറത്ത് പോയി നോക്ക്, ചിലപ്പോ കിട്ടും, നീ നോക്ക് എന്ന് പറഞ്ഞത്. അപ്പൊ അങ്ങനെ ആ ഒരു ഇതിലാണ് പോയത്. സ്കൂളിൽ പോയി ഫസ്റ്റ് CV കൊടുത്തു. അവര് ആകെ പറഞ്ഞ ഒരു റിക്വയർമെന്റ് ഹസ്ബൻഡ് വിസയിൽ വരണം. ഹസ്ബൻഡ് വിസയിൽ വന്നു. എനിക്ക് അവിടെ ജോബ് കിട്ടി. ഒരു ബ്രിട്ടീഷ് കരിക്കുലം സ്കൂളായിരുന്നു. ഞാൻ സൗദിയിലെ കോബാറിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ അന്ന് ഞാൻ ജോയിൻ ചെയ്യുന്ന അന്ന് മുതൽ ഞാൻ ലീവ് ചെയ്യുന്ന അന്ന് വരെ എന്റെ പോസ്റ്റിന് എനിക്കൊരു പേരുണ്ടായിരുന്നില്ല. സ്റ്റാർട്ടിങ്ങില് കോർഡിനേറ്ററിന്റെ കൂടെയായിരുന്നു, ഒരു ഗ്രേഡ് ലെവലിലെ കോർഡിനേറ്ററിന്റെ കൂടെയായിരുന്നു. അപ്പൊ സബ്സ്റ്റിറ്റ്യൂഷൻ തൊട്ട് മെന്ററിങ്, ടീച്ചർ ട്രെയിനിങ്, PDs, പിന്നെ കോഗ്നിയയുടെ അക്രഡിറ്റേഷൻ വർക്കിനുള്ള എവിഡൻസ് കളക്ഷൻ, അതിനു വേണ്ടിയിട്ടുള്ള ഡോക്യുമെന്റ്സ് ക്രിയേഷൻ, അങ്ങനെ കുറെ കാര്യങ്ങൾ ചെയ്തു. കുറെ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട് ആ സ്കൂളിൽ നിന്ന്. ഒരു കാര്യം എന്ന് പറയാൻ പറ്റില്ല, ലോട്ട് ഓഫ് തിങ്സ്. ഒരു സ്കൂളിൽ എന്തൊക്കെ നടക്കും എന്ന് മനസ്സിലായത് ചിലപ്പോൾ അവിടെ ചെന്നതിന് ശേഷമാണ്. അവിടെ പക്ഷെ 1 വർഷം ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളൂ. ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു UAE-ൽ. അത് ഹസ്ബൻഡ് ഓക്കെ, ഞാനത് എടുക്കാൻ തീരുമാനിച്ചു. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മളൊക്കെ ഡിപ്പെൻഡന്റ് ആയി വന്നിട്ടുള്ളതാണ്. ഹസ്ബൻഡ് ഡിപ്പെൻഡന്റ് ആണ്. അപ്പൊ ഹസ്ബൻഡ് സൗദിന്ന് എക്സിറ്റ് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്ത് ചെയ്യുന്നുള്ള ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ആയിരുന്നു. അപ്പോ ഗ്രാജുവേറ്റ് ചെയ്ത് ഒരു 6 മന്ത്സിന് ശേഷം തൊട്ട് ഞാൻ വർക്ക് ചെയ്ത് തുടങ്ങിയത്. അപ്പൊ വർക്ക് ഇല്ലാത്ത ഒരു ഒരു ലൈഫ് എനിക്കിങ്ങനെ ഇമാജിൻ ചെയ്യാൻ പറ്റുന്നില്ല. So ഞാൻ എന്റെ ഹസ്ബൻഡിന്റെ അടുത്ത് ഒരു ദിവസം രാത്രി ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യും, ആഹ് അതോ ഇനി ഞാൻ മുന്നേ വർക്ക് ചെയ്തിരുന്ന കമ്പനിയിൽ വീണ്ടും ചോദിക്കണോ? മീൻസ് അവർ എൻ്റെ അടുത്ത് ഇങ്ങോട്ട് തിരിച്ച് കുറെ വട്ടം ചോദിച്ചിരുന്നു, ആർ യു കമ്മിങ് ബാക്ക്, വി സ്റ്റിൽ ഹാവ് ദ വേക്കൻസി, ആർ യു കമ്മിങ് ബാക്ക് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ എപ്പോഴും ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഹസ്ബൻഡിന്റെ അടുത്ത് ചോദിച്ചു വീണ്ടും ചോദിക്കണം അവരുടെ അടുത്ത്. അപ്പൊ ഹസ്ബൻഡും പറഞ്ഞു, എന്നാ നീ ചോദിച്ചു നോക്കുന്നു.
അങ്ങനെ ഒരു ലൈക്ക് ഒരു റാൻഡം ഈവനിങ്ങിൽ ഞാൻ എടുത്തു യൂട്യൂബ് മീൻസ് നമ്മുടെ ഗൂഗിൾ എടുത്തു. ഐ ജസ്റ്റ് സെർച്ച് ഫോർ സ്കൂൾസ് ഇൻ ഫിജേറ. അതിൽ വന്ന 2-3 സ്കൂൾസ് ഉണ്ടായിരുന്നുള്ളൂ, ഇന്റർനാഷണൽ സ്കൂൾസ്. ആ 2-3 സ്കൂൾസിൽ മൂന്നിടത്തും ഞാൻ എൻ്റെ CV ജനറൽ ഒരു ടെംപ്ലേറ്റ് വെച്ചിട്ട് ഇമെയിൽ അയച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് ഇന്ന എക്സ്പീരിയൻസ് ഉണ്ട്, ഈ എക്സ്പീരിയൻസിന് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു റോൾ ഉണ്ടെങ്കിൽ ഡു ലെറ്റ് മീ നോ. ഒട്ടും ലൈക്ക് 0% എക്സ്പെക്ടേഷനിൽ അയച്ച ഒരു ഇമെയിൽ ആണത്. ആൻഡ് എൻ്റെ ഫാമിലി ഇവിടെ ഉണ്ടായിരുന്നു. സോ ഐ ജസ്റ്റ് ഗേവ് ദെയർ നമ്പർ. എൻ്റെ സൗദി നമ്പർ കൊടുത്തില്ല. ഞാൻ സൗദിയിലാന്നുള്ളൊരു വിത്തിൻ 2 days എൻ്റെ ഫാമിലിക്ക് കോൾ വന്നു. വി ഹാവ് എ വേക്കൻസി, മാത്ത് ടീച്ചറാണ്, ആർ യു ഇൻട്രസ്റ്റഡ് എന്ന് ചോദിച്ചിട്ട്. ആൻഡ് ദെൻ ഐ കണക്റ്റഡ് വിത്ത് ദെം ത്രൂ മൈ സൗദി നമ്പർ. അവർ വിളിച്ചു, ദേ ടോൾ മീ ഇതാണ് പോസ്റ്റ്, ഇതാണ് സ്കൂള്, ആൻഡ് ആർ യു ഇൻട്രസ്റ്റഡ് എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു യാ ഐ എം ഇൻട്രസ്റ്റഡ്, കാരണം നമുക്ക് സൗദിയിൽ നിന്ന് എന്തായാലും പോയേ പറ്റുള്ളൂ. ദർ ഇസ് നോ അതർ ഓപ്ഷൻ. സോ ഐ വാസ് ലൈക്ക് ഓക്കെ, ലെറ്റ് മീ ഗിവ് ഇറ്റ് എ ട്രൈ. അങ്ങനെ ഇന്റർവ്യൂവിന് വേണ്ടി ഫസ്റ്റ് ടൈം ദേവർ ലൈക്ക്, നമുക്ക് ഫസ്റ്റ് റൗണ്ട് ഓഫ് ഇന്റർവ്യൂ ഒരു കൺസൾട്ടന്റിന്റെ കൂടെയാണ്. ആൻഡ് ദ ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെന്റ് കൺസൾട്ടന്റ് സൂം ഇന്റർവ്യൂ ആയിരുന്നു എനിക്കുണ്ടായിരുന്നത്. കൺസൾട്ടന്റ് എനിക്ക് ഹൗ ഡു യു മാനേജ് ക്ലാസ്, അങ്ങനെ കുറെ ക്വസ്റ്റ്യൻസ് ചോദിച്ചു. ആൻഡ് ഇറ്റ് വാസ് എ വെരി ഗുഡ് ഇന്റർവ്യൂ. എനിക്ക് ഭയങ്കര പോസിറ്റീവായി ഫീൽ ചെയ്ത ഒരു ഇന്റർവ്യൂ ആയിരുന്നു. ബട്ട് ദെൻ ഐ ഡിഡ്ന്റ് ഗെറ്റ് എനി റെസ്പോൺസ് ഫ്രം ദം ഫോർ 3-4 days. അപ്പൊ എന്റെ എല്ലാ കോൺഫിഡൻസും പോയി. ഐ വാസ് ലൈക്ക്, ഓ ഞാൻ നന്നായി ചെയ്തു. ഒരു സ്ട്രെസ്സായി. ബിക്കോസ് ലൈക്ക് നമ്മൾ കുറെ എക്സ്പെക്ട് ചെയ്യുമ്പോൾ നമുക്കൊന്നും റിപ്ലൈ വന്നില്ല, നമുക്ക് ഭയങ്കര സ്ട്രെസ്ഡ് ആയില്ല. ബട്ട് ദെൻ ഐ ഗോട്ട് എ റിപ്ലൈ. ഐ ഹാഡ് അനദർ ഇന്റർവ്യൂ വിത്ത് ദ പ്രിൻസിപ്പൽ. That also went well. And that too, this time I was still working with the Saudi school. കാരണം എൻ്റെ ഹസ്ബൻഡിന്റെ ലാസ്റ്റ് വർക്കിംഗ് ഡേ വാസ് നോട്ട് ഫിക്സ്ഡ്. അപ്പൊ ഐ വാസ് തിങ്കിങ് ഐ ഹാഡ് ടൈം. അപ്പൊ ഞാൻ അവരുടെ അടുത്ത് ഇൻഫോം ചെയ്തു, എൻ്റെ ഹസ്ബൻഡ് വേറെ ജോലി കിട്ടിയിട്ടുണ്ട്, ഐ ഹാവ് ടു മൂവ്. ബട്ട് ദെൻ ദേ വർ ലൈക്ക് ഓക്കെ, ടെൽ മീ ജസ്റ്റ്, നിങ്ങൾക്ക് ദേ വർ റെഡി. അപ്പം സൗദി സ്കൂളിൽ വെച്ചിട്ട് ഞാൻ ഇന്റർവ്യൂ എടുത്തത്. ആൻഡ് ലാസ്റ്റ് ഇന്റർവ്യൂ കഴിഞ്ഞു. വിത്തിൻ ആൻ അവർ എനിക്ക് അവർ കോൺട്രാക്ട് അയച്ചു തന്നു, ഓഫർ അയച്ചു തന്നു. ആൻഡ് ഞാൻ സൈൻ ചെയ്ത് എല്ലാവരുടെ അടുത്തും ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫാമിലി വാസ് ലൈക്ക് ഓക്കെ ട്രൈ, വെറുതെ ഇരിക്കണേട്ടും ഇറ്റ്സ് ബെറ്റർ ടു ഹാവ് എൻ എക്സ്പീരിയൻസ്. അങ്ങനെ ഞാൻ സൈൻ ചെയ്ത് തിരിച്ചയച്ചു. ആൻഡ് ദിസ് ഹാപ്പൻഡ് ഇൻ ലൈക്ക് 1 week. ഒരൊറ്റ വീക്കിലാണ് 18th എനിക്ക് കോൺട്രാക്ട് ഇങ്ങോട്ട് വന്നത്. 19th ഞാൻ തിരിച്ച് സെൻഡ് ചെയ്തു, August 19th. ആൻഡ് ഈ പുതിയ സ്കൂളിൽ നിന്ന് അവർ എൻ്റെ അടുത്ത് പറഞ്ഞു 22nd of August യു ഹാവ് ടു റീച്ച്. അതാണ് ഞങ്ങളുടെ ലൈക്ക് ബൈ ലേറ്റസ്റ്റ് ദാറ്റ് ഡേ യു ഹാവ് ടു റീച്ച് എന്ന് പറഞ്ഞു. പിന്നെ അതൊരു പാനിക് ആയിരുന്നു. വിസ സ്കൂൾ പറഞ്ഞു ഞങ്ങൾ വിസ തരാൻ തയ്യാറാണ്, പക്ഷെ ഫസ്റ്റ് യു ഹാവ് ടു ബി ഇൻ UAE. അപ്പോൾ UAE എത്തേണ്ട വാട്ട് എവർ എക്സ്പെൻസസ് ആർ ദാറ്റ് യു ഹാവ് ടു ടേക്ക്. അപ്പോൾ വിസയുടെയും ടിക്കറ്റിന്റെയും പൈസ നമ്മളാണ് എടുത്തത്. അങ്ങനെ 21st of August സൗദി സ്കൂളിൽ ഒരു 11 o'clock വരെ വർക്ക് ചെയ്തു. ആൻഡ് ഐ ഗോട്ട് മൈ എക്സ്പീരിയൻസ് ലെറ്റർ ഓൾസോ. അവിടെ നിന്ന് ലാസ്റ്റ് 21 days വർക്ക് ചെയ്ത സാലറിയും കിട്ടി. ആ സാലറിയും കൊണ്ടാണ് ഞാൻ എൻ്റെ UAE ടൈം 7 o'clock ഞാൻ ലാൻഡ് ചെയ്തത്. ആൻഡ് ഐ റീച്ച്ഡ് ദിസ് പ്ലേസ്. ഞാൻ ഫിജറയിലാണ് ബേസ്ഡ് ഔട്ട് ആയിട്ടുള്ളത്. അവിടെ എത്തിയത് ഓൾമോസ്റ്റ് ഒരു 8-9 ആയിട്ടുണ്ടായിരുന്നു. ഇവിടെ എത്തി. ആൻഡ് ദ നെക്സ്റ്റ് ഡേ 9 o'clock ഐ ജോയിൻഡ് ദ ന്യൂ സ്കൂൾ. അപ്പൊ ആ സ്കൂളിനെ എപ്പോഴും ഗ്രേറ്റ്ഫുൾ ആയിരിക്കണം. കാര്യം കുറെ കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു ആ സ്കൂളിൽ. കുറെ കാര്യങ്ങളിൽ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ചില സമയത്ത് എനിക്ക് ഭയങ്കര സങ്കടമെല്ലാം ആയിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ എനിക്ക് കുറെ കാര്യങ്ങൾ പഠിപ്പിച്ചു തന്ന സ്കൂളാണ്. ആൻഡ് ലൈക്ക് 50 minutes away. ദുബൈയില് UAE യൂഷ്വലി പീപ്പിൾ ടെൽ ടൈം, ഡിസ്റ്റൻസ് ഇസ് കാൽക്കുലേറ്റഡ് വിയ ടൈം, റൈറ്റ്? അപ്പൊ ഒരു 50 minutes അവേ ആണ്. അപ്പൊ ഇവിടെ വന്ന് ഒരു 3000 ദിർഹം കൊണ്ടാണ് ഞാൻ വന്നത്. ആ 3000 ദിർഹത്തില് എൻ്റെ ഹസ്ബൻഡ് വരുന്നതിന് മുമ്പ് ഞാൻ വീട്, ഐ കുഡ് ടേക്ക് ഒരു 2 BHK റൂം, അതിനുള്ള ഒരു സ്റ്റാർട്ടിങ് ഫണ്ട് പോലെ കുറച്ച് ഫർണിച്ചറും വാങ്ങിച്ച് ഐ വാസ് റെഡി
ഫോർ മൈ ഹസ്ബൻഡ്. ദിസ് ടൈം ഞാൻ എൻ്റെ ഹസ്ബൻഡിന്റെ അടുത്ത് പറഞ്ഞു എല്ലാം ഞാൻ ശരിയാക്കിയിട്ടാണ് യു ആർ കമ്മിങ്. ഇതിനു മുമ്പ് മൈ ഹസ്ബൻഡ് ഡിഡ് എവറിഥിങ്. അപ്പൊ അതൊരു പ്രൗഡ് മൊമെന്റ് ആയിരുന്നു. ആൻഡ് ദെൻ ഐ സ്റ്റാർട്ടഡ് വർക്കിംഗ്. ഹസ്ബൻഡ് ഒരു മന്തിന് ശേഷമാണ് യു എയിൽ എത്തിയത്. നൗ ബൈ ഗോഡ്സ് ഗ്രേസ് എൻ്റെ വിസിറ്റ് വിസ കഴിയണേന് ഒരു 10 days ബിഫോർ ആയിട്ട് പുതിയ വിസ അടിച്ചു കിട്ടിയിട്ടുണ്ട് സ്കൂളിന്റെ. എമിറേറ്റ്സ് ഐ ഡി, ഓൾ ദ ഡോക്യുമെന്റേഷൻസ് ആർ ഡൺ. ഇനി എന്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇക്വലൻസ് എടുക്കലാണ്. ഇവിടെ ടീച്ചിങ് ലൈസൻസ് എല്ലാ സ്കൂളിലും ഒന്നും ഇവിടെ ചോദിക്കണില്ല. യു എയിൽ ദുബായിലെ പല സ്കൂൾസിനും ചോദിക്കണില്ല, പക്ഷെ ഫ്യൂച്ചറിൽ ദേ നീഡ്. അപ്പൊ നെക്സ്റ്റ് സ്റ്റെപ്പ് അതാണ്. ടീച്ചിങ് ലൈസൻസ് പിന്നെ നമ്മൾ ജോയിൻ ചെയ്തിട്ടാണെങ്കിലും എടുത്താൽ മതി അല്ലേ? അതെ. പിന്നെ സ്ത്രീക്ക് ഞാൻ ഒന്നും കൂടെ ചോദിക്കുകയാണ്, ബി എഡ് ഉണ്ടോ? ബി എഡ് ഇല്ല. ഞാൻ ഒരു സിവിൽ എഞ്ചിനീയർ ആണ്. പക്ഷെ സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് ഞാൻ പറഞ്ഞില്ലേ 6 monthsന് ശേഷം ഞാൻ ജോലിക്ക് സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ തൊട്ടേ ഞാൻ ടീച്ചിങ് ഫീൽഡിലാണ്. ഓൺലൈൻ ടീച്ചിങ് എന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ കരിക്കുലമിലേക്ക് മാറി. ടീച്ചർ ട്രെയിനിങ്, ക്വാളിറ്റി അഷുറൻസ്, അങ്ങനെ മൂവ് ചെയ്ത് ഈവൻ കസ്റ്റമർ സർവീസിന്റെ പാർട്ടായിട്ടും നമ്മൾ റീഫണ്ട് ഇതിലും വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ മീൻസ് ത്രൂ ഔട്ട് 2022 തൊട്ടിട്ടുള്ള എൻ്റെ എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ 2021 തൊട്ടുള്ള എൻ്റെ എക്സ്പീരിയൻസ് ടീച്ചിങ്ങിലാണ്. പിന്നെ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ അവർ വീഡിയോ ഇന്റർവ്യൂ ആയിരുന്നു എടുത്തിരുന്നത് സൂമിൽ? അതെ, സൂം ഇന്റർവ്യൂ ആയിരുന്നു. സൂം ഇന്റർവ്യൂ. അതിൽ ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഉണ്ടായിരുന്നത്, അതോ അവർ ഡെമോ ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നോ? ഡെമോ എനിക്ക് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം എത്ര എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ടായിരിക്കാം ഡെമോ എടുക്കാതിരുന്നത്. ഓക്കെ. അവര് ചോദിച്ച ക്വസ്റ്റ്യൻസ് ഇപ്പോഴത്തെ യു എ സിസ്റ്റം, അതായത് അവരുടെ പോളിസി അനുസരിച്ചുള്ള ഡിഫറൻഷിയേറ്റഡ് ലേണിംഗ് സ്ട്രാറ്റജീസ് അങ്ങനത്തെ ഉള്ളതായിരുന്നു. അപ്പൊ അതിനുള്ളതൊക്കെ എക്സ്പീരിയൻസ് എനിക്ക് സൗദി സ്കൂളിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഡിഫറൻഷിയേറ്റഡ് ലേണിംഗ് സ്ട്രാറ്റജി ഇത് തന്നെയാണ് നമ്മുടെ ഒരു മാത്ത് ടീച്ചറും ഫുജൈറയിൽ വേറെ സ്കൂളിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇതേ കാര്യങ്ങൾ. അപ്പോൾ ദുബായിലെ ടീച്ചേഴ്സ് പ്രത്യേകം നോട്ട് ചെയ്യാട്ടോ. ഡിഫറൻഷിയേറ്റഡ് ലേണിംഗും സ്ട്രാറ്റജി, നമ്മുടെ ടീച്ചിങ് സ്ട്രാറ്റജി ഒക്കെ അവർ ചോദിക്കുന്നുണ്ടാവും. പിന്നെ ഓൺലൈനിലൂടെയാണല്ലോ ആപ്ലിക്കേഷൻ കൊടുത്തത്. ജസ്റ്റ് ഗൂഗിളിൽ പോയിട്ട് സെർച്ച് ചെയ്തു CVs അല്ലെ? ഇനി അടുത്തത് ചോദിക്കാനുള്ളത് വിസിറ്റ് വിസ. ഇവിടുന്ന് എക്സിറ്റിൽ പോയി ഇവിടുന്ന് നേരിട്ടാണോ, സൗദിയിൽ നിന്ന് നേരിട്ടാണോ ദുബൈയിലേക്ക് വിസിറ്റ് വിസയിൽ പോയത്, അതോ നാട്ടിൽ നിന്ന് കേരളത്തിൽ നിന്നാണ് നേരിട്ടാണോ പോയത്? അല്ല, സൗദിന്ന് ഡയറക്റ്റ് യു എയിലേക്കാണ് വന്നത്. വിസിറ്റ് വിസ നമ്മൾ സൗദിയിൽ ഉള്ളപ്പോൾ തന്നെ എടുത്തതാണ്. പിന്നെ നാട്ടിൽ നിന്ന് ഗൾഫിലേക്കുള്ള ഒരു വിസിറ്റ് വിസ ചാർജ് ശ്രീക്ക് അറിയുന്നുണ്ടാവില്ല. ഇല്ല, ഞാൻ നാട്ടിൽ നിന്ന് നമുക്ക് എങ്ങനെ എടുക്കുമ്പോഴും ഇന്ത്യൻ ഇതിൽ തന്നെ വരുന്നത്. ഞാൻ യു എയിൽ 1 month മുമ്പ് വന്നതുകൊണ്ട് എനിക്ക് കുറച്ച് ഹയർ എമൗണ്ട് ആയിരുന്നു. പക്ഷെ അല്ലെങ്കിൽ 1 monthൽ ഐ തിങ്ക് ഇറ്റ്സ് 5,000 or 6,000 rupees. ഒരു 5,000 rupees ടിക്കറ്റും ഉണ്ടെങ്കിൽ ദുബൈയിൽ എത്താം. അപ്പോ പിന്നെ സൗദിയിൽ വരുന്നതിനേക്കാളും എക്സ്പെൻസും, അതായത് ട്രാവലിംഗ് എക്സ്പെൻസും കുറവാണ് നമുക്ക് പോയിട്ട് ജോബൊക്കെ നോക്കണമെങ്കിൽ, ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ. നമുക്ക് പരിചയക്കാരുണ്ടെങ്കിൽ CV ഡ്രോപ്പ് ചെയ്ത്, നമ്മൾ സൗദിയിലും പറയണ പോലെ തന്നെ CV ഡ്രോപ്പ് ചെയ്യണത് നല്ലൊരു ഓപ്ഷനാണ്. നേരിട്ട് നമ്മളെ തന്നെ പ്രസന്റ് ചെയ്യാൻ പറ്റും. അവർക്ക് നമ്മളെ കണ്ട്, നമ്മുടെ സ്കിൽസ് അവർ കണ്ട് അതിൽ നമ്മളെ വിളിക്കാം അവർക്ക്. ബട്ട് ഓൺലൈനിലായാലും ഇപ്പൊ ഞാൻ ചെയ്തത് ജസ്റ്റ് സെർച്ച് ഇന്റർനാഷണൽ സ്കൂൾസ് ഇൻ ഫുജൈറ. അത് ഗൂഗിൾ സെർച്ച് ചെയ്തു. എനിക്ക് കിട്ടിയ 3-4 ഓപ്ഷൻസ് അവരുടെ ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് വാസ് HR ഇമെയിൽ സെർച്ച് ചെയ്തു. HR ഇമെയിൽ കിട്ടി. ആ HR ഇമെയിൽ ഡയറക്റ്റ് മെയിൽ അയച്ചു. എനിക്ക് തോന്നുന്ന ഒരു കാര്യം കൂടെ, സൗദിയിൽ അങ്ങനെ നമുക്ക് ഓൺലൈനിലൂടെ ആപ്ലിക്കേഷൻ കൊടുത്ത അത്ര റെസ്പോൺസ് കിട്ടാറില്ല. ആ ഒരു കാര്യമുണ്ട്. ടീച്ചേഴ്സിന് ഒന്നും കൂടെ നല്ലത് ദുബായ് ആയി തോന്നി. പിന്നെ ആപ്ലിക്കേഷൻ ഓൺലൈനിൽ കൊടുത്തു, വിസിറ്റ് വിസ, പിന്നെ സ്കൂൾ വിസ കിട്ടാൻ ഇവിടുന്ന് വിസിറ്റ് വിസയിൽ പോയി. വിസിറ്റ് വിസയിൽ എത്ര ഡ്യൂറേഷൻ ഉണ്ടായിരുന്നു? ഞാൻ 2 monthsന്റെ വിസയാണ് എടുത്തത്. സ്കൂൾ 1 month വിസ എടുത്താൽ മതി എന്നാണ് പറഞ്ഞത്. ബട്ട് ഒരു സേഫർ സൈഡിന് ഞാൻ 2 monthsന്റെ വിസ എടുത്തിട്ടാണ് പോയത്. ഫസ്റ്റ് നമ്മളിവിടെ വന്നതിന് അവരൊരു സെക്യൂരിറ്റി അപ്രൂവൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫസ്റ്റ് പ്രോസസ് ഉണ്ട്. അതായത് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് വെരിഫിക്കേഷൻ കഴിഞ്ഞ് നമ്മളതിനെ ഒരു എഡ്യൂക്കേഷണൽ സിസ്റ്റമിലേക്ക് എടുക്കാൻ പറ്റോ ഇല്ലേ എന്നുള്ള സെക്യൂരിറ്റി അവർക്ക് കിട്ടണം.
അതിന് അപ്പൊ എന്തൊക്കെ അതിനാണ് വേണ്ടത്? അതിന് നമുക്ക് എല്ലാ ഡോക്യുമെന്റ്സും സ്കൂൾ തന്നെ പ്രൊവൈഡ് ചെയ്യും. നമ്മൾ ജസ്റ്റ് ഫില്ല് ചെയ്ത് ടു ദ ബെസ്റ്റ് ഓഫ് അവർ നോളജ് ഫില്ല് ചെയ്ത് കൊടുക്കുക. എനിക്ക് പോലീസ് ക്ലിയറൻസ്, സിൻസ് ഞാൻ സൗദിയിൽ നിന്ന് വന്നതുകൊണ്ട് എനിക്ക് ഇന്ത്യയിൽ നിന്ന് പോലീസ് ക്ലിയറൻസ് കിട്ടാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ UAE പോലീസ് ക്ലിയറൻസ് ആണ് എടുത്തത്. ഉം, അതെല്ലാം കൊടുത്ത് വിത്തിൻ എ മന്ത്, അതിന് മാത്രമാണ് ടൈം എടുക്കുള്ളൂ ഉം. വിസ പ്രോസസ്സിൽ. ഇത് 10 days എടുക്കാം, 15 days ആവാം, മേ ബി 1 month ആവാം. അത് അത് അവരുടെ കയ്യിലുള്ളതല്ല. ആ സെക്യൂരിറ്റി അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് അവർ വിസ പ്രോസസ് ചെയ്യാൻ തുടങ്ങും. ഓക്കെ. അത് ഈ വിസ എടുക്കുന്നവർക്കാണ് ഈ സെക്യൂരിറ്റി എന്താ പ്രോസസ് ഉള്ളതിൽ അപ്രൂവൽ ഉള്ളത്. വേണ്ടത്. അതിൽ അവരുടെ അടുത്തൊരു ആപ്ലിക്കേഷൻ ഫോം ഉണ്ടാകും. അത് നമ്മളൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. കൊടുക്കാം. ഇവിടെ നമ്മൾ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നമ്മുടെ എംബസിയിൽ നിന്ന് അവിടുന്ന് എടുത്താൽ മതി. ഞാൻ നമ്മുടെ എംബസിയിൽ നിന്നല്ല എടുത്തത്. ആ. ഇവിടെ നമുക്ക് ഉം, വിസിറ്റിംഗ് വിസയിൽ വരുന്നവർക്കായാലും ഉം. UAE CID ത്രൂ നമുക്ക് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് അവർ നമ്മുടെ ഫിംഗർ പ്രിന്റ്സ് എടുത്ത് ആ ഫിംഗർ പ്രിന്റ്സിന്റെ ബേസ്ഡ് ആയിട്ട് നമുക്ക് എന്തെങ്കിലും ബാക്ക്ഗ്രൗണ്ട്, ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടോ ചെക്ക് ചെയ്യും. ഉം. ആം, ഇല്ല എന്നുണ്ടെങ്കിൽ അവരുടെ സിസ്റ്റത്തിൽ ഫ്ലാഗ് ചെയ്തിട്ടില്ലെങ്കിൽ അപ്പൊ തന്നെ നമുക്ക് അത് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് അപ്പൊ കിട്ടും. അതിന്റെ ഒറിജിനൽ ആണോ കോപ്പി ആണോ സ്കൂളിൽ സബ്മിറ്റ് ചെയ്യുന്നത്? സ്കൂളിൽ അതിന്റെ ഞാൻ സോഫ്റ്റ് കോപ്പിയെ സബ്മിറ്റ് സോഫ്റ്റ് ചെയ്തിട്ടുള്ളൂ. കോപ്പി സബ്മിറ്റ് ചെയ്തു. ഇത് 1 മന്തോ ഓർ 2-3 months എനിക്ക് ഓർമ്മയില്ല. ബട്ട് അത്രേ അതിന്റെ വാലിഡിറ്റി ഉള്ളൂ. അത് അതല്ല, കഴിഞ്ഞാൽ വീണ്ടും ചെയ്യണം. ഒരു കാര്യം ചോദിക്കാന്, ഇത് ഈ ഒരു പിന്നെ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് തന്നൊരു ഏജൻസി പോലെയാണല്ലോ. അതൊക്കെ ഇപ്പൊ ശ്രീ ആദ്യമായിട്ട് പോകുന്ന ഒരാളാണ്. എങ്ങനെയാണ് ഇങ്ങനെയുള്ള ആളുകളെ കണ്ടെത്തുന്നത്? ഓൺലൈനിലൂടെയാണോ അതോ അങ്ങനെ ജനറൽ സർവീസിന്റെ ഷോപ്പുകളായിട്ട് അങ്ങനെ ഉണ്ടോ? ജനറൽ സർവീസ് സെന്ററുകൾ ഉണ്ട് അവിടെ കുറെ? ഇല്ല, ഇത് ഏജൻസി അല്ല, ഇവിടുത്തെ ഗവൺമെന്റ് സർവീസ് CID സർവീസ് ഉണ്ടല്ലോ ഇവിടെ. പോലീസ്, നമ്മുടെ പോലീസ് പോലെ തന്നെ ഇവിടെ CID അപ്പൊ ആണുള്ളത്. അങ്ങോട്ടേക്ക് നേരിട്ട് ചെന്നോ? ഇല്ല, ഇവിടെ ഒരു UAE പാസ്, നമുക്ക് സൗദിയിലുള്ള ആപ്പ് പോലെ തന്നെ ഇവിടെ UAE പാസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ഉണ്ടായിരുന്നു. UAE അതില് പാസ്. ഓക്കെ. നമ്മളുടെ വിസയിൽ ഒരു UID എന്ന് പറഞ്ഞ യൂണിഫൈഡ് ID എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നമ്പർ ഉണ്ടാവും. ആ ഓക്കെ. നമ്പർ വെച്ചിട്ട് നമ്മൾ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. പിന്നെ നമുക്ക് അതായത് ഒരു റെസിഡന്റിന് കൊടുക്കുന്ന എല്ലാ ഓപ്ഷൻസും നമുക്ക് ഉണ്ടാവില്ല, പക്ഷെ പോലീസ് ക്ലിയറൻസ് അലൗഡ് ആയിരുന്നു. അപ്പൊ ഓക്കെ. അത് ത്രൂ ഞാൻ അപ്ലൈ ചെയ്തു. ചെറിയൊരു ചാർജ് ഉണ്ടായിരുന്നു. ആ ചാർജസ് നമ്മൾ പേ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ CID ഓഫീസിൽ നിന്ന് വിളിക്കും, ഇന്ന സമയത്ത് വരാൻ പറഞ്ഞിട്ട്. അപ്പോ ഫ്യൂജറയിലായതുകൊണ്ട്, ഫ്യൂജറ 24 hours ആയിരുന്നില്ല CID ഓഫീസ്. പിന്നെ അതിന് പെർട്ടിക്കുലർ ഒരു സർ ഉണ്ടാവണമായിരുന്നു. സോ ഇറ്റ് ടുക്ക് സം ടൈം. അല്ലെങ്കിൽ ആ കോള് നമുക്ക് 2 ദിവസത്തിനുള്ളിൽ വരും. ആ 2 ദിവസത്തിനുള്ളിൽ വന്ന് അവർ വിളിക്കുന്നതിന് അപ്പൊ തന്നെ പോയി കഴിഞ്ഞാൽ അപ്പൊ തന്നെ കഴിയും. ഇറ്റ്സ് ജസ്റ്റ് എ 10 minutes പ്രോസസ്. അത്രേ ഉള്ളൂ അല്ലേ? അപ്പൊ ഈ എന്താ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, നമ്മുടെ സൗദി അറേബ്യയില് നമ്മൾക്ക് ഇക്കാമയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അഭിഷീർ അക്കൗണ്ട് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അതുപോലെ ഇവിടെ UAE പാസ് എന്ന് പറഞ്ഞ അതിനകത്ത് ആ ആ കിട്ടിയ ആ ഒരു നമ്പർ ഉണ്ടാകുമല്ലോ. നമ്മൾ വിസിറ്റിൽ പോയിട്ട് ആ നമ്പർ അടിച്ചാല് നമുക്ക് എന്തൊക്കെ ഗവൺമെന്റ് സർവീസുമായിട്ട് കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ടാവും. ആ റിക്വസ്റ്റ് ഓപ്ഷൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിൽ നമുക്ക് എന്താ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് PCC എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് ഉം. ചെയ്യാവുന്നതേ ഉള്ളൂ. കാരണം ഇങ്ങനെ യെസ്. പറയുന്നത് ഒറ്റയ്ക്ക് ചെയ്യുന്നവർക്ക് അത് ചെയ്യാലോ അല്ലെ? ഇനി അടുത്തത് നന്നായിട്ട് പെർഫോമൻസ് അത് ശ്രീ എന്തായാലും ചെയ്തിട്ടുണ്ടാവും എനിക്കറിയാം. സ്കൂൾ ടൈം എങ്ങനെയാണ്? ഇവിടുത്തെ ഞാൻ വർക്ക് ചെയ്യുന്ന സ്കൂളിന്റെ ടൈം മോർണിംഗ് 7:30. ഇത് സ്കൂൾ സ്റ്റുഡൻസിന്റെ ടൈമാണ്. 7:30 to 1:45 ഓക്കെ. അങ്ങനെയാണ്. ടീച്ചേഴ്സിന് നമുക്കും 7:30 പോയാൽ മതി. സൗദിയിൽ ഞാൻ സ്കൂളിൽ ഉണ്ടായിരുന്നപ്പോൾ ടീച്ചേഴ്സ് ഒരു ½ hour ഏർലി വരണമായിരുന്നു സ്റ്റുഡൻസിനെയും കാട്ടും മുമ്പ്. ബട്ട് നമുക്ക് മാക്സിമം ടിൽ യു കെൻ 7:30 ആണ്. ആഫ്റ്റർനൂൺ 2 o'clock ആണ്. പക്ഷെ എവറി ഡേ അല്ല. ട്യൂസ്ഡേസ് ആൻഡ് തേഴ്സ്ഡേ ഞങ്ങൾക്ക് PDs ഉള്ള ഡേ ആണ്. അതായത് നമുക്ക് നമ്മുടെ HOD ആയിട്ട് മീറ്റിംഗ് ഉണ്ടാവും, അല്ലെങ്കിൽ ഹെഡ് ഓഫ് സെക്ഷൻ ആയിട്ടുള്ള മീറ്റിംഗ് ഉണ്ടാവും. നെക്സ്റ്റ് കോഴ്സ് ഓഫ് ആക്ഷൻ എന്തെങ്കിലുമൊക്കെ നമുക്ക് പുതിയതായിട്ട്, അതൊരു നല്ലൊരു ഇനീഷ്യേറ്റീവ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തതാണ്. കാരണം നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ടീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് പീരീഡ് തൊട്ട് ലാസ്റ്റ് പീരീഡ് വരെ നമ്മൾ ബിസി ആയിരിക്കും. ക്ലാസ് എടുക്കണം, കറക്ഷൻസ് ഉണ്ടായിരിക്കും. ഫ്രീ പീരീഡ് നമുക്ക് അധികം ഒന്നും ആർക്കും കിട്ടണ ഒരു കാര്യമല്ല. അപ്പം പാരലൽ ടീച്ചറായിട്ട് ഇരുന്ന് സംസാരിച്ച് ഓക്കെ ഈ ലെസൺ നമുക്ക് ഇങ്ങനെ പഠിപ്പിക്കാം, അതിനുള്ള ഒരു സ്പേസ് നമുക്ക് കിട്ടും. അപ്പോൾ ട്യൂസ്ഡേസ് ഞാൻ ടിൽ 3:30 ആൻഡ് തേഴ്സ്ഡേസ് 4 o'clock വരെയാണ്. ഫ്രൈഡേ ഉച്ച വരെയുള്ളൂ. ഫ്രൈഡേ സിൻസ് UAE സാറ്റർഡേ സൺഡേ വീക്കെൻഡ്സ് ചേഞ്ച് ചെയ്തതുകൊണ്ട്
ഫ്രൈഡേ ഉച്ച വരെ ഉള്ളൂ. ഓക്കെ, ഫ്രൈഡേ നിങ്ങൾക്ക് വർക്കിംഗ് ഡേ ആണല്ലേ? ബട്ട് Yes. ഷാർജയിലാണ് 4 ഡേയ്സ് വർക്കിംഗ് ഡേയും 3 ഡേയ്സ് വീക്കെൻഡ് ആയിട്ട് വരുന്നത്. വീക്കെൻഡും ഇവിടെ ഫ്രൈഡേ ഒരു ഹാഫ് ഡേ ആയിട്ട് ഫ്രൈഡേ വരുന്നുണ്ട് അല്ലേ? വരുന്നുണ്ട്. അതാ ഒരു ജുമ ഒരു മോസ്കിൽ പോകുന്ന ആ ടൈം വരെ ഉണ്ടാകും. അത് കഴിഞ്ഞ് നിങ്ങൾ ഉണ്ടാവും. വരുന്നുണ്ടാവും. ഓക്കെ. ഇനി അടുത്തത് സ്റ്റുഡൻസ്, പിന്നെ അവിടെ തന്നെയുള്ള കുട്ടികളാണോ? ബ്രിട്ടീഷ് സ്കൂളാണല്ലോ, ഇവിടെയും കിട്ടിയത് ബ്രിട്ടീഷ് അതെ സ്കൂളാണല്ലോ. ഓക്കെ. അതെ. ഇവിടെ കുറെ എമിറാറ്റീസ് ഉണ്ട്. സൗദി സ്കൂളിന് ഒരു കമ്പാരിസൺ ഞാൻ കണ്ടതാണ്. അവിടെ അറബ്സ് ആണ് എന്നുണ്ടെങ്കിലും മോസ്റ്റ്ലി ഇറ്റ് വാസ് ഈജിപ്ഷ്യൻസ്, ജോർദാനിയൻസ്, അങ്ങനെ സൗദീസ് വളരെ കുറവായിരുന്നു. കുറവെന്നല്ല, ലൈക്ക് വെരി റെയർ നമുക്ക് കാണാൻ പറ്റുള്ളൂ. മറ്റേ അറബ് പക്ഷെ നാഷണാലിറ്റി ആയിരുന്നു. അതെ, പക്ഷെ ഇവിടെ കുറെ എമിറാറ്റീസ് ഉണ്ട്. ലൈക്ക് ഒരു ബിഗ് ഇൻഫ്ലോ ഉണ്ട്. ആൻഡ് അതെനിക്ക് ഞാൻ കുറെ നമ്മളിങ്ങനെ സംസാരിക്കുമല്ലോ, അപ്പൊ നമുക്ക് പലരും പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ ലോക്കൽസിന് എഡ്യൂക്കേഷൻ അവർക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് ഇപ്പോൾ. ഓക്കെ. അപ്പൊ അവർക്ക് ഇംഗ്ലീഷ് സ്കൂൾസിൽ പഠിക്കണം, ബിക്കോസ് അവര് ഹയർ സ്റ്റഡീസ് ദേ ആർ ലുക്കിംഗ് ഫോർ വെസ്റ്റേൺ കൺട്രീസ്. അപ്പം ഇംഗ്ലീഷ് അവർക്ക് വളരെ നന്നായി വേണം എന്നുള്ളത് കൊണ്ട് ദേ പ്രിഫർ സ്കൂൾസ്, ബ്രിട്ടീഷ് സ്കൂൾസ് അല്ലെങ്കിൽ അമേരിക്കൻ സ്കൂൾസ് മോർ ദാൻ ദ അതർ അറബിക് മീഡിയം കാരണം അവർക്ക് പുറത്ത് പോയി പഠിക്കാനൊക്കെ ഉള്ളതിന് ഇന്റർനാഷണൽ സിലബസ് തന്നെ അവർ ഫോളോ സിലബസ് ചെയ്ത് വിചാരിച്ചിട്ടാണ്. ഫോളോ ചെയ്യുന്നത്. ഓക്കെ. ഇനി അടുത്തത് പിന്നെ സാലറി കാര്യങ്ങൾ തരുന്ന സമയത്ത് ഇപ്പൊ സ്കൂൾ വിസയിലും ആണല്ലോ. ആ ഉം. സമയത്ത് അവിടെയും എന്താ ഹസ്ബൻഡ് വിസയിൽ നിൽക്കുന്നവർക്കും പെട്ടെന്ന് ജോലി കിട്ടുന്നുണ്ടല്ലോ. അതെ. ഇനി അതിന്റെ സാലറി അല്ല, അതിപ്പോ സൗദി അറേബ്യയിൽ നമുക്ക് സാലറി മാത്രമാണ് അവർ തരാറ്. അതുപോലെ വിസ ഉം. ഓപ്ഷൻ അധികം ഇല്ല. ഉം. നമുക്കൊരു ഫിക്സ്ഡ് സാലറിയാണ് ഒരു മന്തിൽ കിട്ടുന്നത്. ഉം. ഇവിടെ ഒരു വിസയിലും കൂടെ ആകുമ്പോൾ മറ്റ് അതർ അലവൻസ്, അക്കോമഡേഷൻ, ഫുഡ് അങ്ങനെ എന്തെങ്കിലും കിട്ടുന്നുണ്ടോ? അതെങ്ങനെയാണ്? ബേസിക് സാലറി മാത്രമാണോ? അല്ല, ബേസിക് ഇവിടെ സാലറി കൂടെ എന്തെങ്കിലും കിട്ടും? ബേസിക് സാലറിയുടെ കൂടെ അക്കോമഡേഷൻ, ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറഞ്ഞിട്ട് രണ്ട് അലവൻസസ് ഉണ്ട്. ഉം. ആം, പിന്നെ യു എ ലോ പെർട്ടൈൻ ചെയ്യുന്ന പോലെയുള്ള എല്ലാം, അത് ഗ്രാറ്റുവിറ്റി, പിന്നെ അങ്ങനെയുള്ള എല്ലാം യു എ ലോയിലെ ബേസ്ഡ് ആയിട്ട് എന്തൊക്കെയാണോ നമുക്ക് ആസ് എൻ എംപ്ലോയി ഉള്ള റൈറ്റ്സ്, അതെല്ലാം അവർ ഫോളോ ചെയ്യുന്നുണ്ട്. ഓക്കെ. ഇൻഷുറൻസ് ആൻഡ് എവറിത്തിങ്. നെക്സ്റ്റ് അടുത്തൊരു ക്വസ്റ്റ്യൻ എനിക്ക് ചോദിക്കാനുള്ളത്, ഉം. ഇപ്പൊ അതായത് സൗദിയിലൊരു എക്സ്പീരിയൻസും കിട്ടിയിട്ടുണ്ട്. ഉം. അപ്പൊ സൗദിയിലെയും ദുബൈയിലെയും ഒരു ഡിഫറൻസ് വേറെ എന്തൊക്കെയാണ് തോന്നിയത്? ദുബായിലെ ഞാൻ പറയുന്നില്ല, ബിക്കോസ് ദുബായും സൗദിയും രണ്ട് ലൈക്ക് ഇറ്റ്സ് ഡിഫറെന്റ്. ഞാനിവിടെ ഉള്ളത് ദുബായിൽ ഒരു ചെറിയ എമിറേറ്റിലാണ്. ഓക്കെ. യു എയിലുള്ള ഒരു ചെറിയ എമിറേറ്റിലാണ് ഫ്യുജറ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇറ്റ് ലുക്സ് ലൈക്ക് സൗദി. നമ്മൾ സൗദിയില്, അതായത് ഞാൻ വന്ന സ്ഥലം, ഞാൻ കോബാറിൽ നിന്നാണ് വന്നിട്ടുള്ളത്. കോബാർ ഒരു ശാന്തസുന്ദരമായിട്ടുള്ള ഒരു ബീച്ച് സൈഡ് പ്ലേസ് ആയിരുന്നു, സിറ്റി ആയിരുന്നു. കൂടുതലും നമ്മൾ റെസിഡൻഷ്യൽ ആൾക്കാർ അതായിട്ടാണ് കണ്ടിട്ടുള്ളത്. അവിടെ ടൂറിസം അങ്ങനെ അധികം ഇല്ലാത്ത ഒരു ഏരിയ ആയിരുന്നു. അപ്പൊ അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ ഒരു വലിയ ലൈക്ക് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്തു, നെക്സ്റ്റ് വേറെ ബിൽഡിങ്ങിലേക്ക് മൂവ് ചെയ്തു എന്നുള്ള ഒരു ഫീലിംഗേ ഉള്ളൂ. പിന്നെ ഇത് ഭയങ്കര ചെറിയൊരു സ്ഥലമാണ്, നമുക്ക് എവിടെയും നടന്നെത്താൻ പറ്റും. അങ്ങനെ ഒരു പ്ലേസ് ആണ്. പിന്നെ വെരി കാം, ഭയങ്കര കാമാണ്. ആൻഡ് ഇറ്റ്സ് വെരി നീറ്റ് ഓൾസോ. ഭയങ്കര റഷ് ഇല്ല. യു എ എന്ന് വിചാരിക്കുമ്പോൾ എല്ലാവരും ഹൈ റൈസ് ബിൽഡിംഗ്, ട്രാഫിക്, അതൊക്കെയാണ്. പക്ഷെ ഇവിടെ അതൊന്നും ഇല്ല. അപ്പോൾ ഇറ്റ്സ് എ വെരി കാം പ്ലേസ്. പിന്നെ വേറെ കമ്പാരിസൺ എന്ന് പറഞ്ഞാൽ സൗദിയില് മലയാളികളെ ഞങ്ങൾ അങ്ങനെ പെട്ടെന്ന് നമ്മൾ കണ്ടിരുന്നില്ല. പക്ഷെ ഇവിടെ കുറെ മലയാളികളാണ്. ഇവിടെ ഫുൾ നമ്മൾ എവിടെ നോക്കിയാലും നമുക്ക് മലയാളികളെയാണ് ഫസ്റ്റ് കാണുക. എന്റെ ഹസ്ബൻഡ് സൗദിയിൽ നിന്ന് കുറച്ച് അറബിക് ഒക്കെ പഠിച്ചിരുന്നു. ഇപ്പൊ എന്റെ ഹസ്ബൻഡ് പറയുന്നത് എന്റെ അറബിക് ഒക്കെ ഞാൻ എല്ലാം നമ്മൾ പഠിച്ചത് പോലും മറന്നു പോകുന്നുള്ളതിലാണ് എന്റെ ഹസ്ബൻഡ് സങ്കടത്തിലാണ് നിൽക്കുന്നത്. അപ്പൊ മലയാളികൾ ഏറ്റവും കൂടുതലുള്ള ഒരു ഭാഗം കൂടെയാണ് ഫുജൈറ അല്ലേ? അപ്പോൾ കുറേ കാര്യങ്ങൾ ഷെയർ ചെയ്ത് തന്നു കേട്ടോ, കാരണം നമ്മൾ അവിടെ വന്നില്ലല്ലോ. അപ്പൊ ഇനി പറയാൻ എനിക്ക് ചോദിക്കാനുള്ള കാരണം, ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ബി.എഡ് ഇല്ലാതെ എന്ന് പറയുമ്പോൾ നമ്മൾ ഉം. ഇന്ത്യൻ ടീച്ചേഴ്സിന് പേടി തന്നെയാണ്. ചില സ്കൂൾസൊക്കെ PGC ചോദിക്കുന്നവരുണ്ട്, INTS. പക്ഷെ എല്ലായിടത്തും പെർഫോമൻസ് തന്നെയല്ലേ വലിയ കാര്യം. നമ്മളെ പെർഫോമൻസ് അല്ല അവർ നോക്കുന്നത്. എന്താ Yeah. അതിനെക്കുറിച്ച് പറയാനുള്ളത്? നമ്മുടെ പെർഫോമൻസും അതേപോലെ ഹൗ വി ക്യാരി അവർ സെൽഫ്, അതും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പൊതുവെ നമ്മളുടെ അവിടെയുള്ള എല്ലാവർക്കും ഒന്ന്
ഒരു പേടിയാണ്, അയ്യോ എന്റെ ഇംഗ്ലീഷ് ശരിയാവോ, അതെ. ഞാൻ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാവും, അങ്ങനെ ഒരു ആ പേടിയാണ് നമ്മളിലെ, എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഒരു സ്റ്റെപ്പ് മുന്നോട്ട് പോകാൻ ഒരു മടി ഉള്ളത്. അതെ. അപ്പം ഇവിടെ എന്ന് വെച്ചാൽ ഞാൻ കണ്ടില്ല, ഞാൻ ഇപ്പൊ കുറെ മലയാളി ടീച്ചേഴ്സിനെയും മീറ്റ് ചെയ്തു. അപ്പൊ അവരൊക്കെ വെറുതെ വന്ന് ട്രൈ ചെയ്തിട്ട് അങ്ങനെ കിട്ടിയിട്ടുള്ളവരാ. അല്ലാതെ അവരിപ്പോ ഓ എനിക്ക് ഈ ജോലി കിട്ടിയേ മതിയാവൂ എന്ന് പറഞ്ഞ് അതിനു വേണ്ടി നടന്ന് അങ്ങനെ അല്ല. അവര് ജസ്റ്റ് അപ്ലൈ ചെയ്തു, അവർക്ക് കിട്ടി, അപ്പോൾ അവർ ഹാപ്പിലി ദേ ആർ ഹിയർ. പലരും ഇവിടെ വന്ന് ഫാമിലി ആയിട്ട് വന്ന് വീട്ടിൽ വെറുതെ ഇരിക്കണ്ടല്ലോ എന്ന് വെച്ച് വന്നവരാണ് ഞാൻ കുറെ മീറ്റ് ചെയ്തത്. പെർഫോമൻസും ഹൗ വി ഡ്രസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഉം. ആൻഡ് ഹൗ വി ടോക്ക്, നമ്മൾ എങ്ങനെ നമ്മളെ തന്നെ ക്യാരി ചെയ്യുന്നു, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിൽ നമ്മൾ സ്റ്റാൻഡ് ഔട്ട് ചെയ്യണം. അതാണ് ഏതൊരു ഇന്റർവ്യൂ പ്രോസസ്സിലും നമ്മൾ എങ്ങനെ സ്റ്റാൻഡ് ഔട്ട് ചെയ്യണു എന്നാണ് ഇവർ നോക്കുക. ബട്ട് ബീങ് എ ടീച്ചർ, നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസും ഹൗ വി ആർ ഏബിൾ ടു സ്റ്റാൻഡ് ലൈക്ക് ടോൾ, പ്രൗഡ്, അതാണ് ഇവര് നോക്കണേ എന്നാണ് ലൈക്ക് സോ ഫാർ എന്റെ എക്സ്പീരിയൻസ് എന്ന്. അതന്നെ, അത് കഴിഞ്ഞ സൗദിയിലൊക്കെ അങ്ങനെ തന്നെയാണ് എല്ലാ സ്കൂളും. നമ്മളിപ്പോ അവർക്ക് ടീച്ചേഴ്സിന് ട്രെയിനിങ് ഒക്കെ കൊടുക്കുന്നുണ്ട്, ഹൗ ടു ബിക്കം ആൻ ഇന്റർനാഷണൽ സ്കൂൾ ടീച്ചർ. അതിൽ കംപ്ലീറ്റ്ലി നമ്മൾ ഈ ഒരു കാര്യമാണ്, നിങ്ങൾ CV ഉണ്ടാക്കുന്നത് മുതല് നമ്മൾ വെറുതെ ബയോഡാറ്റ ഒക്കെ പോലെ ആക്കിയിട്ട് ഇവർ പോലെ അതും അതിന്റെ അവരുടെ ഡ്രസ്സിങ്, ഈവൻ ആഫ്റ്റർ ദേ ഇന്റർനാഷണൽ സ്കൂൾ അവർക്ക് ജോബ് കിട്ടിയതിന്റെ ശേഷം അവരെങ്ങനെ ബിഹേവ് ചെയ്യണം, എങ്ങനെയാണ് ആ ഒരു അപ്രോച്ച് വേണ്ടത്, എല്ലാം നമ്മൾ അതുകൊണ്ട് കൊടുത്തിട്ടുണ്ട് മിഡിൽ യെസ്. ഈസ്റ്റിലെ ഫുള്ളായിട്ട്. പിന്നെ ഒരു കാര്യം, ഒരു ഡൗട്ടും കൂടെ, ഇപ്പൊ നമ്മുടെ നാട്ടിൽ നിന്നുള്ള ടീച്ചേഴ്സ് ഇങ്ങോട്ട് വരാൻ നിൽക്കുന്നവര്, ഇപ്പോൾ ഞാനിപ്പോൾ പറയാ, ഇപ്പൊ ഞാൻ വേറെ ടീച്ചറുടെ, ഷാർജയിലുള്ള ടീച്ചറുടെയും കൂടെ ഒരു കരിയർ ജേണി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്ന കാര്യം, സൗദിയിലേക്കാളും ഒന്നും കൂടെ ഈസിയാണ് നമ്മളെ നാട്ടിലുള്ളവർക്ക് പോയി ജോബ് അന്വേഷിക്കാനും ജോബിൽ കയറാനും ദുബൈ. കാരണം യെസ്. സൗദിയിൽ ഇവിടെ വന്നാലും അവരധികം പ്രിഫർ ചെയ്യുന്നത് എന്താ, ഫാമിലി വിസയിലുള്ളവരെയാണ്. അങ്ങനെ അധികം സ്കൂൾ, അതായത് 99% സ്കൂളും ഫാമിലി വിസയിലുള്ളവരാണ്. ബട്ട് അതെ. നമ്മൾ ദുബൈയിലുള്ളവർ, ഇപ്പൊ നമ്മുടെ കൂടെ നമ്മുടെ ഒരു ട്രെയിനിങ് എടുത്ത് IG A-level മാത്തമാറ്റിക്സ് എടുത്ത് ഷഫ്ന എന്ന് പറഞ്ഞ ടീച്ചർ, അവർ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ നേരിട്ട് ഫ്രണ്ട് ഉണ്ടായിരുന്നു, അവിടെ പോയി ആപ്ലിക്കേഷൻ കൊടുത്ത് എല്ലാം കിട്ടി വിസ കിട്ടി. ആളിപ്പോ നവംബറിൽ പോയിട്ടുണ്ടാവും, നവംബറിൽ ഫസ്റ്റിലാണ് ജോയിൻ ചെയ്യേണ്ടത്. ഹസ്ബൻഡ് സൗദിയിലാ, ഇനി ആൾ ഹസ്ബൻഡിനെ ദുബൈയിലേക്ക് കൊണ്ടുപോകാൻ നിൽക്കുകയാണ്. എനിക്ക് തോന്നുന്നത് സ്ത്രീയും ഇതുപോലെ ഒറ്റക്കാണ് ട്രാവൽ ചെയ്തത്. ഇങ്ങനെ അതെ. ഗൾഫിൽ നിന്ന് ഇതുപോലെ ആപ്ലിക്കേഷൻ കൊടുത്ത് അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ, സോറി നോട്ട് ഗൾഫിൽ നിന്ന്, നാട്ടിൽ നിന്ന്, ആ. കേരളത്തിൽ നിന്ന് അവര് വിസിറ്റ് വിസയിലാണല്ലോ വരിക. ഇപ്പൊ ഇവര് വിളിക്കും, അവർക്ക് സ്ത്രീക്ക് പറഞ്ഞു കൊടുക്കാനുള്ള കാര്യങ്ങൾ എന്താണ്, ഐ മീൻ അക്കോമഡേഷന് എങ്ങനെ അവർക്ക് സെറ്റിൽ ചെയ്യാം അവിടെ. ഹസ്ബൻഡുമാരില്ലാതെ ഒറ്റയ്ക്ക് ചെന്നാൽ അവിടെ പറ്റുമോ? സ്ത്രീ ഒറ്റയ്ക്കല്ല ട്രാവൽ ചെയ്തത്, അതെ. അതും കൂടെ ഒന്ന് പറയാം. അക്കോമഡേഷൻ ഇപ്പൊ ഇവിടെ ഞാൻ ഫസ്റ്റ് വന്നപ്പോ ഞാൻ അന്വേഷിച്ചത് ഏതെങ്കിലും ടീച്ചേഴ്സിന്റെ കൂടെ ഷെയർ ചെയ്ത് താമസിക്കാം എന്നുള്ള രീതിക്കാണ്. അപ്പൊ നമുക്കിപ്പോ പരിചയത്തിൽ ഏതെങ്കിലും ഒരു ഫ്രണ്ടോ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ബെറ്റർ. അതായത് അവർക്ക് നമുക്കൊരു അറ്റ്ലീസ്റ്റ് ഒരു സ്ഥലം നോക്കി, ഓക്കെ ദിസ് പ്ലേസ് ഇസ് ഗുഡ്, കുറച്ച് നാൾ ഇവിടെ സ്റ്റേ ചെയ്യാം എന്നുള്ള ഒരു ഇതാക്കി തരാം. അതല്ലാന്നുണ്ടെങ്കിലും നമുക്ക് ഷെയറിങ് ആയിട്ടുള്ള കുറേ ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ കുറേ മലയാളി കമ്മ്യൂണിറ്റീസ് ഉണ്ട് ഇവിടെ. ആം, ഒരു ഒരു വലിയ കമ്മ്യൂണിറ്റി തന്നെയാണ്. നമുക്ക് അത് മലയാളി കമ്മ്യൂണിറ്റി എന്നുള്ളതിന് ഉപരി പല പല ഇതിലിപ്പോ ഫോർ എക്സാമ്പിൾ ഞാൻ പഠിച്ച കോളേജിന്റെ അലുമിനൈ ഗ്രൂപ്പ് ഉണ്ട് ഇവിടെ. ലൈക്ക് ശരി. ഭയങ്കര അസ്റ്റോണിഷിംഗ് ആണ്. ഹോൾ കോളേജ് ഇവിടേക്ക് ഷിഫ്റ്റ് ചെയ്ത പോലെയാണ്. പല പല എമിറേറ്റുകളിലായിട്ട് ലൈക്ക് തൗസൻഡ്സ് ഓഫ് പീപ്പിൾ ഇവിടെ ഉണ്ട്, പല പല ഇയറിൽ. ഇപ്പൊ എന്റെ ജൂനിയേഴ്സ്, എന്റെ സീനിയേഴ്സ്, അങ്ങനെ കുറെ പേര്. അപ്പം നമുക്ക് അറിയാത്തതായിരിക്കും ചിലപ്പോൾ, നമ്മൾ അന്വേഷിച്ച് കഴിഞ്ഞാൽ നമുക്ക് പരിചയമുള്ള ഏതെങ്കിലും ഒരു കമ്മ്യൂണിറ്റി ഉണ്ടാവും. ആൻഡ് ഈ കമ്മ്യൂണിറ്റീസിന്റെ ഒക്കെ ഒരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ അവർ എന്ത് രീതിയിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ അവർ തയ്യാറാണ്. റെഡിയാണ്. അതെ. അപ്പം കമ്മ്യൂണിറ്റീസ് നോക്കുക, ആ കമ്മ്യൂണിറ്റീസിലുള്ള ആരെങ്കിലും ഒരാളെ നമ്മളിപ്പോ പുതിയതായി പരിചയപ്പെടുകയാണെങ്കിൽ എല്ലാവർക്കും ഉണ്ടാവും ഒരു പേടി ഉണ്ടാവും മനസ്സിൽ. പക്ഷെ നമ്മളിപ്പോ ഒരു കമ്മ്യൂണിറ്റി തപ്പുമ്പോൾ നമുക്ക് അത്രയും ധൈര്യമുള്ള ഒരു കമ്മ്യൂണിറ്റി ആയിരിക്കും നമ്മൾ ചെക്ക് ചെയ്യണുണ്ടാവുക. അപ്പൊ അവരുടെ അടുത്ത് ഹെൽപ്പ് ചോദിക്കുക ഒരു ഷെയറിംഗ് അക്കോമഡേഷൻ ശരിയാക്കാൻ വേണ്ടിയിട്ട്. പ്ലേസസ് ഒക്കെ മന്ത്ലി റെന്റ് ആണ്.
അതൊരു വലിയൊരു കമ്മിറ്റ്മെന്റ് അല്ല. മന്ത്ലി അല്ലെങ്കിൽ വീക്ക്ലി നമുക്ക് റെന്റ് ആയിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമ്മളിവിടെ എത്തിക്കഴിഞ്ഞാൽ ദെൻ വി കൻ ഗോ ഔട്ട് ആൻഡ് ചെക്ക്, അല്ലെങ്കിൽ നമുക്ക് വേറെ പരിചയക്കാരെ കിട്ടും. പിന്നെ നമുക്ക് പതുക്കെ പതുക്കെ വി കൻ ട്രൈ ഔട്ട് ഡിഫറെന്റ് പ്ലേസസ്. പക്ഷെ സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് വരുമ്പോൾ ഒരു കുഞ്ഞു ഹെൽപ്പ് ആരെങ്കിലും അടുത്തും ചോദിക്കാം. എന്റെ കാര്യത്തിൽ ആക്ച്വലി എന്റെ ഫാമിലി ഇവിടെ ഉണ്ടായിരുന്നതുകൊണ്ട് ഐ വാസ് ലക്കി ഇൻ ദാറ്റ് വേ. അപ്പൊ ഞാൻ ഷെയറിങ്ങിലല്ല താമസിച്ചത്, ഞാനൊരു ഫാമിലി താമസിക്കുന്ന അതേ ബിൽഡിങ്ങിൽ തന്നെ എനിക്ക് റൂം കിട്ടി. അപ്പൊ അതിന്റെ മെയിൻ്റെനൻസ് കഴിഞ്ഞാൽ അവിടെ താമസിച്ചു. ആൻഡ് ദെൻ ഐ ഷിഫ്റ്റഡ്, ഒറ്റയ്ക്ക് ഇവിടെ നിന്നു. ഷിഫ്റ്റ് ചെയ്ത് പിന്നെ സ്ത്രീ പോയിട്ടാണ് ഹസ്ബൻഡിനെയൊക്കെ കൊണ്ടുവരുന്നത് അല്ലേ? അതെ, ഓക്കെ. ഹസ്ബൻഡിന് നോട്ടീസ് പീരീഡിന്റെ ഒരു ക്രൈറ്റീരിയ ഉണ്ടായിരുന്നു സൗദി കമ്പനിയിൽ. എന്റെ സ്കൂൾ അവിടെ ഞാൻ ലക്കി ആയിരുന്നു. എന്റെ സൗദി സ്കൂൾ ഇഫ് ദേ ഹാഡ് ടോൾഡ് ഇല്ല നീ ഒരു മാസം ഇവിടെ നോട്ടീസ് പീരീഡ് ചെയ്തിട്ടേ പോവാൻ പാടുള്ളൂ എന്ന് അവർ പറഞ്ഞിരുന്നെങ്കിൽ then എനിക്ക് വീണ്ടും പ്രശ്നമാവുമായിരുന്നു. പക്ഷെ എന്റെ സ്കൂള് ആ കാര്യത്തിലൊക്കെ ഞാൻ 2 ദിവസം മുന്നെയാണ് പറഞ്ഞത് എനിക്ക് പോകണം എന്ന്. ദേ ദേ ഡിഡൻ ഹോൾഡ് മീ ബാക്ക്. അവർ പറഞ്ഞു നിനക്ക് എന്തെങ്കിലും തിരിച്ചു വരണം എന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കൂളിൽ തന്നെ തിരിച്ചു വരണം. അത് നമ്മുടെ ആ ഒരു വർക്കും നമ്മുടെ പെർഫോമൻസും ആണ്. ഇതാണ് നമ്മൾ അവരെടുത്ത് ഇപ്പൊ നമ്മുടെ ക്ലാസ് ഒക്കെ എടുക്കുന്നവർ അത് സ്കിപ്പ് ചെയ്തൊക്കെ പോവും, വാച്ച് ചെയ്യും. അപ്പൊ ഞാൻ അവരെടുത്ത് പറയും കുറച്ച് സ്പീഡ് കൂട്ടി നിങ്ങൾ വാച്ച് ചെയ്താലും സ്കിപ്പ് ചെയ്യരുത്. കാരണം ഉം. ഇതേ കാര്യങ്ങൾ, കാരണം നമ്മളൊക്കെ ഇങ്ങനെ ബ്രിട്ടീഷ് സ്കൂളിലൂടെ പോയതാണല്ലോ, നമുക്കറിയാലോ എന്താണ് അവരുടെ എക്സ്പെക്ടേഷൻ. അത് അതുപോലെ ഫോളോ ചെയ്ത് വാച്ച് ചെയ്തവർക്ക് കിട്ടുന്നുണ്ട്. അവർ പെർഫോം ചെയ്താൽ മതി. ഇനി ഒരു കാര്യം, ഇപ്പോൾ ഉം. ശ്രീ പറഞ്ഞു അവിടുന്ന് മലയാളി കമ്മ്യൂണിറ്റിയെ ഞാൻ കുറേ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എന്താ അറിയോ, ഇത് വാച്ച് ചെയ്യുന്നവർക്ക് അവർക്കൊരു ഡൗട്ട് ഉണ്ടാവരുത്, അവർക്കൊരു ഹെൽപ്ഫുൾ ആവട്ടെ അല്ലേ? ഉം. അപ്പോൾ എന്താ, ശ്രീ പറഞ്ഞല്ലോ മലയാളി കമ്മ്യൂണിറ്റി നമ്മൾ കോണ്ടാക്ട് ചെയ്യും. ഇപ്പൊ നാട്ടില് പലരും ചിലരുണ്ടാകും ഹസ്ബൻഡ്മാരില്ലാതെ ഒറ്റയ്ക്ക് പോരണം, മാരീഡ് അല്ലാത്തവർക്കും വന്നിട്ട് ജോബ് എടുക്കാമല്ലോ ദുബൈയിൽ. അപ്പൊ Yes. അങ്ങനെയുള്ളവരൊക്കെ ആകുമ്പോൾ അവർക്ക് ഇപ്പൊ ഒരു കമ്മ്യൂണിറ്റി ഒന്നും ഫസ്റ്റ് അറിയില്ല. അങ്ങനെയാണെങ്കിൽ നേരിട്ട് അവരൊരു ഹോട്ടൽ റൂം എടുത്ത് അവിടെ വന്നതിന്റെ ശേഷം ഒരു കമ്മ്യൂണിറ്റി ഒക്കെ എന്ന് അന്വേഷിച്ചാലും പോരെ? മതി. അല്ലെ? ഒന്നും യെസ്. അറിയില്ലെങ്കിൽ ഒരു ഹോട്ടൽ റൂം നമുക്ക് നേരെ ഫുജൈറയിൽ, അവിടെ ഫുജൈറ എന്ന് മാത്രമല്ല എവിടേക്കാണോ വരുന്നത് അവിടെ ഒരു ഹോട്ടൽ റൂം നമ്മൾ എടുത്തിട്ട് പിന്നെ ഒരു 1 വീക്കിന്റെ ഉള്ളിൽ മനസ്സിലാക്കിയിട്ട് പിന്നെ മെല്ലെ മാറിയാലും മതിയല്ലോ. ഒന്നും മതി. അറിയാം. അല്ലെങ്കിൽ നമ്മളിപ്പോ ഇവിടെ വരാൻ തയ്യാറാവണത് നമ്മുടെ സ്കൂളിൽ നിന്ന് അവർ വിളിച്ചിട്ടായിരിക്കുമല്ലോ. അതെ. അ- അങ്ങനെയാണെങ്കിൽ നമുക്ക് അവരുടെ അടുത്ത് തന്നെ പറയാം, നമ്മുടെ എംപ്ലോയറിന്റെ അടുത്ത് തന്നെ പറയാം ആ. എനിക്കൊരു അക്കോമഡേഷൻ, സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു അക്കോമഡേഷൻ വേണം, അതിന്റെ ചാർജസ് എല്ലാം ഞാൻ എടുത്തോളാം. പക്ഷെ നിങ്ങൾ എടുത്തു തരുന്നതാവുമ്പോൾ എനിക്ക് കുറച്ചും കൂടി ട്രസ്റ്റഡ് ആയിട്ട് അതിലേക്ക് വരാൻ പറ്റും. അങ്ങനെ അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടോ? അപ്പൊ മേ ബി അവരവിടെ വർക്ക് ചെയ്യണ ഏതെങ്കിലും ഒരു എംപ്ലോയിയുടെ നമ്പർ തരുക, ലൈക്ക് ഇറ്റ് ക്യാൻ ബി എനിത്തിങ്. പക്ഷെ നമുക്ക് ലൈക്ക് ഫസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചോദിക്കാൻ പലരും മടിക്കണ ഒരു കാര്യമാണ്. അപ്പൊ ആ ഒരു ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ മേ ബി നമുക്ക് ഹെൽപ്പ് നമ്മുടെ അടുത്തേക്ക് ഇങ്ങനെ എത്തിക്കോളും. എത്തിക്കൊണ്ടിരിക്കും. നമ്മൾ മടിച്ചിരിക്കാതെ അത് ചോദിക്കുക അല്ലെ? പിന്നെ എനിക്ക് തോന്നിയിട്ടുണ്ട് ഇതുപോലെ കുറേ പേര് ചതിയിൽ പെടാറുണ്ട് ഏജൻസി. അതിനേക്കാളും എത്രയും നല്ലതാണ് അവരൊരു ഡയറക്റ്റ്. വിസിറ്റ് വിസ എടുക്കുക, സർട്ടിഫിക്കറ്റും അതിന്റെ കോപ്പീസ് എടുക്കുക, നല്ല CV ആക്കുക, നന്നായിട്ട് കുറച്ച് ഡ്രസ്സൊക്കെ വാങ്ങിയിട്ട് അവർക്ക് തന്നെ വിസിറ്റ് വിസയിൽ പോവാം. എന്നിട്ട് പോവാം. ഇതുപോലെ ചെയ്തിട്ട് പിന്നെ നമ്മളും പറഞ്ഞു കൊടുക്കുന്നുണ്ട് അവർക്ക് എന്തൊക്കെ ചെയ്യണം എന്നുള്ളത്. സോ ഉം. ഇനി എനിക്ക് ഒരു കാര്യം കൂടെ ഇത് ചോദിക്കാനുള്ളത്, ഇപ്പൊ നാട്ടിൽ നിന്ന് ആ ഒരു എക്സ്പെൻസും കൂടെ എനിക്കറിയാം ശ്രീ ഇവിടുന്നാണ് പോയത്. ഇപ്പൊ നാട്ടിൽ നിന്ന് അവർ പോവുകയാണെങ്കിൽ ശ്രീ പറഞ്ഞല്ലോ ഒരു 5,000 റുപ്പീസ് ഒക്കെയാണ് ചെലവ് വരുന്നത്. ഉം. പിന്നെ ടിക്കറ്റിന്റെ ഒരു പ്രൈസ് വരുന്നുണ്ടാകും ഉം. അല്ലെ? പിന്നെ ഈ അക്കോമഡേഷൻ ഒക്കെ അവരൊരു നാട്ടിലെ 1 lakh റുപ്പീസ് ടോട്ടൽ എടുത്താൽ മതിയാകുമോ? ഒരു സ്കൂൾ, അതായത് അവരുടെ വിസ, അവരുടെ എന്താ പറയാ, അവർക്ക് ടിക്കറ്റ്, പിന്നെ അക്കോമഡേഷന്, അതൊരു 1 ലാക്കിൽ ഒതുങ്ങുമോ? അതൊരു 2 ലാക്ക് ഒക്കെ, 2 ലാക്ക് വേണ്ടി വരുമോ? 2 ലാക്ക് വേണ്ടി വരും ചിലപ്പോ അല്ലെ? സേഫ് ആണെങ്കിൽ. അത് ഏരിയ അനുസരിച്ച് ഇപ്പൊ ഫിജറ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ പോലെ ഇത് കുഞ്ഞൊരു പ്ലേസാണ്. ആ. പിന്നെ ഒരു ലൈക്ക് ഇറ്റ്സ് ടുവേർഡ്സ് ദി അതർ എൻഡ്, ഒമാനിന്റെ അടുത്തായി ഞങ്ങള്. ആ. അപ്പം ദുബായിയുടെ പോലത്തെ അത്ര ഒരു എക്സ്പെൻഡിച്ചർ നമുക്ക് ഇവിടെ ഉണ്ടാവില്ല. അപ്പൊ ഉം. ഇങ്ങനെയുള്ള ഒരു എമിറേറ്റിലാണ് നിങ്ങൾ വരുന്നതെന്ന് വെച്ചാൽ കുഴപ്പമില്ല. ബട്ട് ദുബായിൽ തന്നെ ദുബായിലാണ് നമുക്ക് ഓപ്ഷൻസ് ഉള്ളത്. ഒബ്വിയസ്ലി ആരായാലും നോക്കുമ്പോൾ ഫസ്റ്റ് നമ്മൾ ദുബായ് ആണ് നോക്കുക. ദുബായിൽ പല പല സ്കൂൾസ് ഉണ്ട്. നമ്മളിങ്ങനെ വെറുതെ പോകുമ്പോൾ ലാൻഡ്സ്കേപ്പിൽ വി ക്യാൻ സീ 3-4 സ്കൂൾസ് അറ്റ് എ പോയിന്റ്. അപ്പം ദുബായ് ഒക്കെ ആകുമ്പോൾ എക്സ്പെൻസ് കൂടുതലായിരിക്കും. പിന്നെ ഇവിടെ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ കുറെയൊക്കെ വാക്കബിൾ ഡിസ്റ്റൻസ് ആണ്. ഇപ്പൊ ഗ്രോസറിക്കായാലും സംടൈംസ് ഞാൻ നടന്നു പോയിട്ട് വാങ്ങിച്ച് തിരിച്ച്
അപ്പൊ ആ എക്സ്പെൻസ് ഒന്നും എനിക്ക് വന്നിട്ടില്ല. ഓക്കെ. പക്ഷെ ദുബായ് ഒക്കെ ആയിരിക്കുമ്പോൾ എക്സ്പെൻസ് കൂടുതലായിരിക്കും. അപ്പൊ ഏത് എമിറേറ്റിന് ആണ് ബേസ് ചെയ്യണേന്ന് ഉണ്ടാവും. പിന്നെ ഫസ്റ്റ് അതിനനുസരിച്ചാവും നമുക്ക് എക്സ്പെൻസ് വരേണ്ട വരുന്നത്. എന്നാലും അതെ ഒരു 1 lakh to 2 lakh ഇപ്പൊ സൗദി 2 അറേബ്യയിലാണെങ്കിൽ ഒരു വർക്ക് വിസ എടുക്കണമെങ്കിൽ വേണ്ടി മാത്രം അവർക്ക് ഒരു 2.5 3 lakh 5 വരും. ഉണ്ട് അത്ര എക്സ്പെൻസ്. വരില്ല. സൗദിയുടെ പകുതി പോലും എക്സ്പെൻസ് വരും. ഐ മീൻ വരില്ല. ട്രാവലിങ്ങും ഇതൊക്കെ. പിന്നെ നമ്മൾ ജോബ് കിട്ടിയാൽ നമുക്ക് സാലറി ആയല്ലോ, ആയി. പിന്നെ അതിനനുസരിച്ചല്ലേ. അപ്പൊ എനിക്ക് തോന്നുന്നത് ഇനീഷ്യലി ഉം, ഇനീഷ്യലി നമുക്ക് വരുന്ന ചെലവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ വരണതിന് മുമ്പായാലും ഫസ്റ്റ് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സ് അറ്റസ്റ്റഡ് ആണോ. yes, അപ്പോൾ UAE എംബസി അറ്റസ്റ്റേഷനും മൊഫ അറ്റസ്റ്റേഷനും അങ്ങനെ 2 അറ്റസ്റ്റേഷനാണ് ഇവിടെ എന്ത് ജോലിക്കും അവർ ചോദിക്കുന്നത്. മൊഫ ഏത് മീൻസ് ജോലിക്കും. അവിടുത്തെ പിന്നെ ആ അവിടുത്തെ ഇവിടുത്തെ മിനിസ്ട്രിയുടെ സൗദിയുടെ. അറ്റസ്റ്റേഷനാണ്. അത് പക്ഷെ നമുക്ക് നാട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റും. ഓക്കെ. രണ്ടും കൂടിയിട്ട് ഒരു 20 ഡേയ്സ് ആണ് എടുക്കുള്ളൂ. UAE എംബസി അറ്റസ്റ്റേഷൻ ആണെങ്കിൽ 10 ഡേയ്സിനുള്ളിൽ കിട്ടും. മൊഫ അറ്റസ്റ്റേഷൻ ആണെങ്കിൽ 20 വർക്കിംഗ് ഡേയ്സ്. അതിന് നമുക്ക് മേ ബി എനിക്ക് കറക്റ്റ് എമൗണ്ട് ഓർമ്മയില്ല, ബിക്കോസ് ഞാൻ എൻ്റെ ഹസ്ബൻഡിന്റെ ഒന്നിച്ചാണ് ചെയ്തത്. ബട്ട് ഓൾമോസ്റ്റ് ഒരു 20,000-നുള്ളിൽ വരുമായിരിക്കും അത് എന്ന് നാട്ടിൽ ഞാൻ നിന്നാണ് ചെയ്തത്, ദുബായിൽ നിന്നാണ് ചെയ്തത്? നാട്ടിൽ നിന്നാണ് ചെയ്തത്. ആ. ആം, എനിക്ക് പരിചയമുള്ള ഒരു ട്രാവൽ ഏജൻസി ഉണ്ടായിരുന്നു. ഉം. അപ്പൊ അവരാണ് ചെയ്തത്. അതായത് സർട്ടിഫിക്കറ്റ്സ് അവരുടെ കയ്യിൽ കൊടുത്തു, അവരുടെ അടുത്ത് തന്നെ വന്നു. അപ്പോഴത്തേക്കും ഞാൻ UAEയിൽ എത്തിയത് കൊണ്ട് സർട്ടിഫിക്കറ്റ് ആൾ തന്നെ പരിചയമുള്ള ഒരാൾ നാട്ടിൽ നിന്ന് വരുന്നുണ്ടായിരുന്നു. സോ ആളുടെ കയ്യിൽ കൊടുത്തു വിട്ടു, അവിടെ എനിക്ക് കൊറിയർ അയച്ചത്. UAEയിൽ എത്തിയിട്ട് കൊറിയർ അയച്ചത്. അപ്പൊ നമ്മുടെ അപ്പോസ്റ്റലി അതൊന്നും വേണ്ടത്, UAE എംബസി ഇല്ല. അറ്റസ്റ്റേഷന് മൊഫ മൊഫ. അല്ലെ? പിന്നെ അതിൽ ഇത് ഡിഗ്രി മാത്രമാണ്. ഇപ്പൊ നമ്മുടെ ഷാർജയിലുള്ള ടീച്ചർ അല്ല, നമ്മള് ഞാൻ പറഞ്ഞില്ലേ ഒരു ഹൈദരാബാദ് ടീച്ചറെ മീറ്റ് ചെയ്തിരുന്നു. അവര് പറഞ്ഞത് 10th 12th ഡിഗ്രി ഇത് മൂന്നും ആയിരുന്നു അവര്. ലൈസൻസിനാന്നറിയില്ല അതോ സ്കൂളിന്റെ ഇതിന് ഇങ്ങനെ അറ്റസ്റ്റ് ചെയ്തതെന്ന് പറഞ്ഞു. അത് ഡിപ്പെൻഡ് ചെയ്യും. ആ, അതായത് ഇപ്പൊ ഞാൻ എൻ്റെ സ്കൂളിലും അവർ എൻ്റെ അടുത്ത് 10th 12th അറ്റസ്റ്റഡ് കോപ്പീസ് വേണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ. അപ്പോൾ ആ ടൈമിൽ ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു, ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഞാൻ അവിടെ ജോയിൻ ചെയ്തതിന് ശേഷമാണ് അവർ ചോദിച്ചത്. അപ്പോൾ ആ ടൈമിൽ അവരുടെ അടുത്ത് പറഞ്ഞു, ആസ് ഓഫ് നൗ എൻ്റെ ബാച്ചിലർ സർട്ടിഫിക്കറ്റ്സ് അറ്റസ്റ്റേഷന്റെ പ്രോസസ്സിലാണ്. ബാക്കി ഞാൻ കൊണ്ടുവരണോ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അതൊരു ആം, ഒരു പ്രിക്കോഷണറി മെഷർ ആയിട്ട് പറയണതാണ്. ചിലപ്പോൾ മിനിസ്ട്രിന്ന് അവർ ചോദിക്കും 12th ഗ്രേഡും 10th ഗ്രേഡും, അപ്പൊ അതുകൊണ്ട് അല്ലെങ്കിൽ ചെയ്യുന്നത് ബാച്ചിലേഴ്സ്. നല്ലത്. അതെ. ഉം. പക്ഷെ അത് മേ ബി ചിലപ്പോൾ അറിയില്ല. അതായത് ഓരോ യൂണിവേഴ്സിറ്റിനെ അവർക്ക് റെഗുലർ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ പഠിച്ചത് റെഗുലർ ആണോ എന്നേ അറിയണ്ടു. അതെ അതെ, അവിടെ സോ മേ ബി റെഗുലർ, സൗദിയിൽ റെഗുലറിന്റെ പ്രശ്നമല്ല ആ ഒരു ഇല്ല. കാര്യം അല്ലേ? അതും കൂടി ഒന്ന് നോട്ട് ചെയ്യണം ടീച്ചേഴ്സ്. ഇവിടെ റെഗുലർ ആയിരിക്കണം. നമ്മൾ ഏതാണോ റെഗുലർ ആയിട്ട് ചെയ്തിട്ടുള്ളത് അതിനെ മാത്രമാണ് ഇവിടെ ഇക്വലൻസി കിട്ടുള്ളൂ. ഇക്വലൻസി എന്ന് പറയുന്നത് ഇവിടത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റമായിട്ട് അവർ ഇക്വലന്റ് ആക്കുന്നു നമ്മുടേത്. അപ്പം ഇക്വലൻസി ഇപ്പോൾ എനിക്കായാലും ഇക്വലൻസി വേണം. ഇക്വലൻസിക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ അറ്റസ്റ്റേഷൻസ് കഴിഞ്ഞിട്ടുണ്ടാവണം. പിന്നെ ഇവര് ബാച്ചിലേഴ്സിനാണ് ഇക്വലൻസി യൂഷ്വലി എടുക്കുക, മാസ്റ്റേഴ്സിനൊന്നല്ല. സ്കൂൾസിൽ അവർ പ്രിഫർ ചെയ്യുന്നത് നമുക്ക് ഇക്വലൻസി ഏത് സർട്ടിഫിക്കറ്റിന് വേണമെങ്കിലും കിട്ടും. 12th സർട്ടിഫിക്കറ്റും നമുക്ക് ഇക്വലൻസി കിട്ടും. അവർക്ക് ഡിഗ്രി സ്കൂൾസിൽ അല്ലെ? ബാച്ചിലേഴ്സിന്റെ ആണ് സ്കൂൾസിൽ അവർ ഇക്വലൻസി ചോദിക്കുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നത് നമ്മുടെ സൗദിയിലെ പോലെ തന്നെ ഇവരും നോക്കുന്നത് ഡിഗ്രിയാണ്. ആ ഡിഗ്രി റെഗുലർ ആണോ എന്നുള്ളതുമാണ്. ബട്ട് BEdന്റെ കാര്യമൊന്നും ചോദിച്ചിട്ടില്ല. BEd ഇല്ലല്ലോ ഇല്ല. ഇപ്പൊ സ്ത്രീക്ക്. അപ്പൊ ഇല്ല. നമ്മുടെ നാട്ടിൽ നിന്ന് എനിക്കിതിന് മനസ്സിലായതിൽ ഞാൻ കൺക്ലൂഷൻ കൊടുക്കുമ്പോൾ എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ ശ്രീ പറയട്ടോ. എനിക്ക് മനസ്സിലായ ഒരു കാര്യം, നമ്മള് എന്താ നാട്ടിൽ നിന്ന് ഇതുപോലെ ഗൾഫിൽ പോകണം, ചിലപ്പോൾ ഹസ്ബൻഡുമാരില്ല, അവർക്കൊക്കെ നോക്കാൻ പറ്റിയ ബെസ്റ്റ് പ്ലേസ് ദുബായ് ആണ്. സൗദിയിലേക്ക് നിങ്ങൾ Yes. വരണ്ട, ദുബായ് ആണ്. ആ ദുബൈയിലേക്ക് പോകുമ്പോൾ നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൽ ഡിഗ്രി റെഗുലർ ആണോ നോക്കുക. ഞാൻ മുമ്പ് ചോദിച്ച ടീച്ചേഴ്സും പറഞ്ഞിരുന്നു മാസ്റ്റർ അതിന്റെ മുകളിലേക്കുള്ളതൊന്നും അവർ റെഗുലർ ഒന്നും അത്ര നോക്കുന്നില്ല. ഡിഗ്രി റെഗുലർ ആണോ എന്നുള്ള കാര്യം അവര് ഉറപ്പാക്കുക. അതില്ലെങ്കിൽ റെഗുലർ ഡിഗ്രി എടുത്തിട്ട് വേണം. ഇപ്പൊ ഇനി അവർക്ക് ഡിഗ്രി റെഗുലർ ഇല്ലെങ്കിലും അവർക്ക് എന്ത് ചെയ്യാം, റെഗുലർ ഡിഗ്രി എടുത്തിട്ട് അവർക്ക് പിന്നെ ഒരു 3 വർഷം കൂടെ അല്ലേ വേണമെങ്കിൽ റെഗുലർ ഡിഗ്രി എടുത്തിട്ടും വേണമെങ്കിൽ പോവാവുന്നതേ ഉള്ളൂ. പിന്നെ അവർക്ക് ചെയ്യാവുന്നത് മിനിമം ഒരു 2 months എങ്കിലും വിസിറ്റ് വിസ എടുത്തിട്ട് അവർക്ക് പോവാം. വിസിറ്റ് വിസ എടുത്ത് പോയിട്ട് ഒരാളെ ഐഡിയ ഇല്ല, ഒന്നും അറിയില്ലെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, പിന്നെ അവിടുത്തെ കമ്മ്യൂണിറ്റി ആയിട്ട് പിന്നെ കിട്ടുന്നില്ലെങ്കിൽ ആദ്യം ഒരു ഹോട്ടൽ റൂം പോലെ എടുത്തിട്ട് പോയിട്ട് പിന്നെ അവിടുന്ന് കണക്ട് ചെയ്യാവുന്നതാണ്. അവരൊരു എക്സ്പെൻസ് നമ്മൾ പറയുന്നത് ഒരു 2 lakh വിചാരിച്ച് കരുതിക്കോട്ടെ. കാരണം ഇനി നല്ല കുറവുമല്ല,
ഒരുപാട് കൂടുതൽ ഒരു 1,52,00,000 പിടിച്ചോട്ടെ അല്ലെ. പിന്നെ പോകുന്ന സമയത്ത് കുക്കിംഗ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ അല്ലെ കോസ്റ്റ് കുറക്കാൻ കയ്യിൽ പിടിച്ചാൽ മതി. പിന്നെ മെയിൻലി അവർ ചെയ്യേണ്ടത് എന്താ, അവരുടെ ഡ്രസ്സിങ്, അവരുടെ CV, ആ ഒരു പ്രൊഫഷണൽ ലുക്കും കാര്യങ്ങളും കൊണ്ടുവരാം. അതിന് നമ്മളും അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിന് അവർക്ക് മെജു സ്പാർക്കിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. കംപ്ലീറ്റ് നമ്മൾ പറഞ്ഞു കൊടുക്കും. എന്താണ് അവരുടെ എക്സ്പെക്ടേഷൻ നമുക്കറിയാം. ഓൾമോസ്റ്റ് ഇവിടെ അവിടെയൊക്കെ ആ കാര്യത്തിൽ ഓക്കെ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ അവർക്ക് വിസ കിട്ടിക്കഴിഞ്ഞാല് അവർക്ക് അവരുടെ മക്കളെയും ഹസ്ബൻഡിനെയും ഒക്കെ ദുബൈയിലേക്ക് കൊണ്ടുവരാൻ പറ്റും. കൊണ്ടുവരാം. സൗദിയിൽ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി വരുന്നില്ല അല്ലെ. പിന്നെ ഒരു കാര്യം കൂടെ എനിക്ക് വിട്ടുപോയൊരു കാര്യമാണ്, സൗദിയിൽ നമുക്ക് അധിക സ്കൂളും ഗേൾസ് സെക്ഷന് ബോയ്സ് സെക്ഷന് സെപ്പറേറ്റ് ആണ്. സെപ്പറേറ്റ്. ദുബൈയിൽ എങ്ങനെയാണ്, മിക്സ്ഡ് ആണോ സെപ്പറേറ്റ് ആണോ? മിക്സ്ഡ്. മിക്സ്ഡ് എന്ന് പറഞ്ഞാൽ ഗ്രേഡ് 4 വരെ അവർ ഒന്നിച്ചാണ് പഠിക്കുന്നത്. ആ, ഗ്രേഡ് 5 to 9 or 10 അവര് സെപ്പറേറ്റ്. വീണ്ടും സെപ്പറേറ്റ് എന്ന് പറഞ്ഞാൽ ദർ ഇൻ ദ സെയിം ബിൽഡിംഗ്. ആ, അവരങ്ങോട്ടും കാണില്ല എന്നല്ല, ആ, പക്ഷെ ഗേൾസ് സെക്ഷൻസ്, അതായത് ഇപ്പോ 4A B C ചിലപ്പോൾ ഗേൾസ് ആയിരിക്കും, DEF ബോയ്സ് ആയിരിക്കും. 4 അല്ല 5 6 അപ്പൊ ഒരു 7. ക്ലാസ്സിൽ മിക്സ്ഡ് ആയിട്ട് ഇരിക്കൂല. ക്യാമ്പസിനകത്ത് ബോയ്സ് ആൻഡ് ഗേൾസ് ആർ ദേ. പക്ഷെ ക്ലാസ് യെസ്. റൂം അത് ഇവിടെയൊക്കെ അങ്ങനെ തന്നെയാണ്. ബംഗ്ലാദേശ് സ്കൂള്, ചില മിക്സ്ഡ് സ്കൂൾ ഇവിടെയൊക്കെ അങ്ങനെയാണ്. ഗേൾസ് ആൻഡ് ബോയ്സ് സെപ്പറേറ്റ് തന്നെ ക്ലാസ്സിൽ ഇരുത്തുന്നത്. അപ്പൊ ഡ്രസ്സിങ്ങിൽ അങ്ങനെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടാണോ, അതോ നമുക്ക് എന്ത് ഡ്രസ്സും വെയർ ചെയ്യാൻ പറ്റും, എങ്ങനെയാണ്? ഫോർമൽസ് എന്നുള്ളതാണ്, അതായത് ഡീസെന്റ് ക്ലോത്തിങ് വെയർ ചെയ്യുക അക്കോർഡിംഗ് ടു ദ ലോ ഓഫ് ദ കൺട്രി. ബട്ട് സൗദി സ്കൂളിൽ എനിക്ക് സ്ട്രിക്ട്ലി ഫോർമൽസ് എന്നാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, വിത്തൗട്ട് പ്രിന്റ് ആൻഡ് ഓൾ. പക്ഷെ ഇവിടെ ഞാൻ ഓരോ ടീച്ചേഴ്സ് സ്കൂളിനനുസരിച്ചിരിക്കും. ബട്ട് അതങ്ങനെയാണ് ഇവിടെ ടീച്ചേഴ്സ്, ഇത് ഞാൻ ഉള്ള സ്കൂൾ എങ്ങനെയാ വെച്ചാൽ 2 കരിക്കുലം ഒന്നിച്ചുള്ള ഒരു സ്കൂളാണ്. ബ്രിട്ടീഷും വേറൊരു കരിക്കുലം ഒന്നിച്ചുള്ള ഒരു സ്കൂളാണ്. അപ്പം ഇവിടെ ടീച്ചേഴ്സ് ചുരിദാർ ഇട്ട് വരുന്നുണ്ട്. ആ, ചുരിദാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര എന്താ പറയുക, കല്യാണത്തിന് പോണ ടൈപ്പ് അല്ല, അതെ, അതെ. ഫോർമൽ ടൈപ്പ് ഓഫ് ചുരിദാർ ആണ്. അപ്പൊ അതും വലിയ ആ, പ്രശ്നമില്ല അവിടെ. ആ സ്കൂളിൽ ആ, അത്ര പ്രശ്നമില്ലാത്ത സ്കൂളാണ്. ഓക്കെ. ചില അതെ. എല്ലാ സ്കൂളിലും അത് പറ്റില്ല. അത് നമ്മൾ പ്രത്യേകം ഇല്ല, പറയും. നമുക്കറിയാലോ എല്ലാ സ്കൂളിൽ. ഇന്റർനാഷണൽ സ്കൂൾസിലും അത് പറ്റില്ല. ഈ സ്കൂളിൽ അത് അലൗഡ് ആണ്. പക്ഷെ എനിക്കിപ്പോ സൗദി സ്കൂളിൽ ഷർട്ടും ട്രൗസേഴ്സും ഇട്ട് ശീലമായതുകൊണ്ട് എനിക്ക് ഇവിടെ വന്നിട്ട് ചുരിദാറിലേക്ക് മാറണം എന്നുള്ളൊരു കഴിയില്ല, ഫീലിംഗ് വന്നിട്ടില്ല. വന്നിട്ടില്ല. ആ ഒരു ബിക്കോസ് ഞാൻ അതിൽ തോന്നി. കംഫർട്ടബിൾ ആണ്. ഓക്കെ. എന്നാൽ ഞാൻ ഇടുന്ന ലൂസ് ഷർട്ട്സ് ആണ് ഇടാറുള്ളത്. അതേപോലെ ലൂസ് ട്രൗസേഴ്സ് ആണ്, ഫിറ്റിംഗ് ആയിട്ടുള്ളതല്ല. ബട്ട് ഫിറ്റിംഗ് ആയിട്ടുള്ള ഡ്രസ്സ് ഇട്ടിട്ടുള്ള ടീച്ചേഴ്സും ഇവിടെ ഉണ്ട്. അതൊന്നും അങ്ങനെ ഒരു പ്രോബ്ലം ആയിട്ട് കണ്ടിട്ടില്ല. ഡ്രസ് മാറ്റി, അത്രയാണ് ഞാൻ ഇവിടെ നിന്ന് കണ്ടിട്ടുള്ളത്. മാറ്റി അതാണ് നമ്മൾ എല്ലാ ഇന്റർനാഷണൽ വർക്ക് അറ്റ്മോസ്ഫിയറിൽ അതാണ് നമ്മൾ അവരെ പഠിപ്പിക്കുന്നുണ്ട്. കുറേ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഫ്രീ മീറ്റിങ്ങും ഉം. കാര്യമൊക്കെ. അപ്പോൾ ഒരുപാട് കാര്യങ്ങളാണ് സ്ത്രീയിൽ നിന്ന്. അതും നമ്മൾ വിളിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ വന്നാൽ ഞാൻ ചെയ്യാലോ എന്ന് പറഞ്ഞത് എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. ഇതിൽ നിന്ന് തന്നെ ഒരുപാട് കാര്യങ്ങൾ അവർക്ക് ക്ലിയർ ആക്കി കൊടുത്തിട്ടുണ്ട്. എന്നാലും നമ്മൾ വീഡിയോയിൽ തന്നെ ഒരു റിക്വസ്റ്റും കൂടെ ശ്രീയോട് പറയുന്നുണ്ട്. ഇനി കമന്റ് ഇതിന്റെ താഴെ ഇവര് ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അവരെല്ലാം ചോദിക്കട്ടെ. ഉം. അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു പ്രാവശ്യം കൂടെ ഞങ്ങൾ മെജൂസ് പാർക്കിന്റെ പ്ലാറ്റ്ഫോമിൽ ശ്രീയെ കൊണ്ടുവരും. അല്ലെങ്കിൽ നമുക്ക് ആർക്കെങ്കിലും ഒരു ലൈവ് സെഷൻ പോലെ, എന്ത് ഉം. ലൈവ് സെഷൻ പോലെ എന്താ ശ്രീയുടെ കൂടെ നമുക്ക് ഒരു ലൈവ് സൂം മീറ്റിംഗ് വേണമെങ്കിൽ അതും ഒന്ന് ഇതാക്കുകയാണെങ്കിൽ, എനിക്കറിയാം ശ്രീയോട് ഞാനിങ്ങനെ നമ്മളെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ തന്നെ അത് പറയാന്ന്. അങ്ങനെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതെങ്ങനെയാണോ കംഫർട്ട് ആയിട്ടുള്ളത് നമുക്ക് അങ്ങനെ ചെയ്യാം. അവർ ചോദിക്കട്ടെ അല്ലെ. അപ്പൊ അവരുടെ അടുത്ത് പറയാനുള്ളത് അവരെല്ലാം കമന്റിൽ ഇനിയും അവർക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ, എനിക്ക് തോന്നുന്നു ഒരുപാട് പേരുടെ പ്രാർത്ഥന വരും ശ്രീക്ക്. അത്രയും കാര്യങ്ങൾ ക്ലിയർ ആക്കി കൊടുത്തു. എന്താണ് അവരോട് ഫൈനലി പറയാനുള്ളത്? നമ്മളെ നാട്ടിലെ ഈ ഫൈൻ. പാവപ്പെട്ട ടീച്ചേഴ്സ് നല്ല ക്വാളിഫിക്കേഷൻ ഒക്കെ കൊണ്ടിരിക്കുന്നവരോട് എന്താ പറയാ? ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, എന്റെ ഒരു ഇൻസ്റ്റിങ്ക്റ്റ് ആയിട്ട് തോന്നിയ ഒരു ഇതിലാണ് ഞാൻ ഇമെയിൽ അയച്ചത്. ചിലപ്പോൾ നിങ്ങൾക്ക് വൈകുന്നേരം ഇങ്ങനെ വെറുതെ ഇരുന്ന് ഒരു ചായ കുടിക്കുമ്പോഴായിരിക്കും തോന്നുക ഞാൻ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്താലോ എന്ന്. പിന്നെ നാളെന്ന് വെക്കരുത്, അപ്പൊ തന്നെ ചെയ്യാം. അതായത് നമ്മൾ പലരും പല റിലീജിയൻ ഫോളോ ചെയ്യുന്നതായിരിക്കും. പക്ഷെ ഞങ്ങൾ പറയാ, ഒരു ഈശ്വരാധീനം നമുക്ക് ഉണ്ടെങ്കിൽ ചിലപ്പോൾ ആ ടൈം ആയിരിക്കും ഗോഡ്സ് ഹാൻഡ് ഇസ് ഓൺ യു. പറയാൻ പറ്റില്ല. മേ ബി അതായിരിക്കും ലൈക്ക് ദ റൈറ്റ് ടൈം ഫോർ യു. അപ്പോൾ ഒരിക്കലും വെയിറ്റ് ചെയ്ത് ദ മൊമെന്റ് യു ഫീൽ ദാറ്റ് ഓക്കെ ഐ വോണ്ട് ടു ട്രൈ, അപ്പൊ തന്നെ ഇമെയിൽ അയക്കാം. ചിലപ്പോ നമുക്ക് റിപ്ലൈ ഒന്നും വന്നു എന്നിരിക്കില്ല, ബട്ട് ദെൻ ട്രൈ അഗൈൻ. സെയിം സ്കൂളിലായാലും സെയിം പ്ലേസിലായാലും ട്രൈ വൺസ് മോർ.
നമ്മൾ ട്രൈ ചെയ്യുന്നത് കൊണ്ട് നമുക്കൊന്നും നഷ്ടപ്പെടാനില്ല. പക്ഷെ കിട്ടിക്കഴിഞ്ഞാൽ ഇറ്റ് മൈറ്റ് ചേഞ്ച് അവർ ലൈഫ്. പിന്നെ ഇവിടെ വന്നിട്ടും മേ ബി യു വോണ്ട് ലൈക്ക്, കുറെ ഒന്നും നമുക്ക് നമ്മൾ മുമ്പത്തെ എക്സ്പീരിയൻസ് പോലെ ആയിരിക്കില്ല. മേ ബി നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായി ഫീൽ ചെയ്യും. എന്നാലും ഗിവ് അപ്പ് ചെയ്യരുത്, ഒരിക്കലും ഗിവ് അപ്പ് ചെയ്യരുത്. എന്ത് എന്ത് ഡിഫിക്കൽട്ടി നിങ്ങളുടെ മുമ്പിൽ വന്നാലും അതിനൊക്കെ ടാക്കിൾ ചെയ്ത് മുന്നിലേക്ക് പോവാൻ ശ്രമിക്കുക. പിന്നെ പരമാവധി യു ട്രൈ ടു ഹെൽപ്പ്. ബിക്കോസ് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ കണ്ടതാണ്, ദ മോർ ഐ ഹാവ് ട്രൈഡ് ഹെൽപ്പിംഗ് പീപ്പിൾ, ദ മോർ ബ്ലെസ്ഡ് ഐ ഹാവ് ബീൻ. അപ്പം നമുക്ക് പറ്റുന്ന കുഞ്ഞു ഹെൽപ്പ് ആണെങ്കിലും ആ കുഞ്ഞു ഹെൽപ്പ് ട്രൈ ടു ഡു. അതാണ്, അത് സ്ത്രീയിൽ നമ്മൾ കാണുന്നൊരു കാര്യമാണ്. എത്രയും ബിസി ആയിട്ട് നമ്മുടെ അടുത്ത് വന്ന് ഇരുന്ന് ഈ സംസാരിക്കുമ്പോഴൊക്കെ നമുക്കറിയാം. പിന്നെ മറ്റുള്ള ആരെങ്കിലുമൊക്കെ നമുക്ക് എന്താ റോങ് ആയിട്ടുള്ള പിന്നെ ഇൻഫോർമേഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനെ കൊണ്ട് പേടിക്കാതെ നമ്മൾ ഏതെങ്കിലും നടക്കുമെന്ന് കേട്ട് കഴിഞ്ഞാൽ നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അല്ലാതെ കേൾക്കുന്നതൊക്കെ പേടിച്ചിരിക്കാതെ ഇരിക്കുക, അല്ലേ? യു എയിൽ എല്ലാ സ്കൂളിന്റെയും HR ഇമെയിൽസ് അവർ തന്നെ വെബ്സൈറ്റിൽ ഉണ്ടാവും. അതുകൊണ്ട് ഒരു ഏജൻസിയുടെയും ത്രൂ ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക്. എല്ലാവരുടെയും HR ഇമെയിൽസ് അവിടെ തന്നെ നമുക്ക് അവൈലബിൾ ആണ്. ഞാൻ അങ്ങനെയാണ് അപ്ലൈ ചെയ്തത്. ഞാൻ ഒരു ഏജൻസിനെയും കണക്ട് ചെയ്തിട്ടില്ല, ആരുടെ അടുത്തും ചോദിച്ചിട്ടില്ല. ലൈക്ക് ഇവിടെ ഇപ്പൊ ഫിജറയിൽ എനിക്ക് കുറെ ആൾക്കാരെ അറിയായിരുന്നു, ഞാൻ ആരുടെ അടുത്തും ചോദിച്ചിട്ടില്ല. ഡയറക്റ്റ് കണ്ടു ഇമെയിൽ ID, ആ ഇമെയിൽ IDയിൽ ഞാൻ എൻ്റെ CV ഇട്ടു. ഞാൻ ഇട്ട മെസ്സേജും എനിക്ക് മാത്സ് ടീച്ചർ ആവണം എന്നല്ല, എൻ്റെ സ്കിൽസിന് ഇതാണ് എൻ്റെ എക്സ്പീരിയൻസ്, നിങ്ങൾക്ക് എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെങ്കിൽ എന്നെ അറിയിക്കണം. അത്രേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അതേപോലെ തന്നെ, പക്ഷെ ടൈലർ ചെയ്യുക. ഓരോ സ്കൂൾസിന്റെയും വിഷൻ എല്ലാം ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ അതിനെ ടൈലർ ആയിട്ട് കുഞ്ഞു കുഞ്ഞു ഡിഫറൻസസ് വരുത്തിയിട്ട് ഇമെയിൽ അയക്കുക. അതെ അതെ, അതും നമ്മൾ ട്രെയിനിങ്ങിൽ കൊടുക്കുന്നുണ്ട് ശ്രീ. ഹൗ ടു ബിക്കം ആൻ സ്കൂൾ എന്നുള്ളത് CV പോലും സ്കൂളിനനുസരിച്ച് മാറ്റുന്നതും അവർക്ക് നമ്മൾ മാറ്റണം. പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പൊ ശ്രീ, ഒരുപാട് സമയം, എനിക്ക് തോന്നുന്നത് എത്ര 1 അവറിന്റെ അടുത്തേക്ക് പോയി തോന്നുന്നത്. ഒരുപാട് താങ്ക്സ് കേട്ടോ. അപ്പോ താങ്ക് യു. എന്താ പറയാ, ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എല്ലാവരും നിങ്ങൾ കമന്റിൽ ചോദിച്ചോളൂ. അതുപോലെ എനിക്കറിയാം ശ്രീ ആയിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ലൈവായിട്ട് പെട്ടെന്ന് ഉണ്ടാവില്ല. അങ്ങനെ ഇനിയും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ ശ്രീയെ ലൈവായിട്ട് കൊണ്ടുവരണോ എന്നുള്ളത് എനിക്കറിയാം യെസ് ആയിരിക്കും. അങ്ങനെ നിങ്ങൾക്ക് എത്ര പേർക്കുണ്ട് അതും നിങ്ങൾ കമന്റിൽ പറഞ്ഞോളൂ. അതുപോലെ ഫൈനലി നമ്മൾ പറയാണ്, ഇതുപോലെ നിങ്ങൾ അപ്ലൈ ചെയ്ത് കിട്ടുമ്പോൾ നിങ്ങളും ഇതുപോലെ ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മൾ മറ്റുള്ളവർക്ക് കൂടുതൽ ഷെയർ ചെയ്യുമ്പോൾ ദൈവം നമുക്ക് കൂടുതൽ കൊണ്ടുതരും. താങ്ക് യു സോ മച്ച്. ഓൾ ദ ബെസ്റ്റ്.